ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറേ പേര് മെസ്സേജ് ആയിട്ട് ചോദിച്ച ചാപ്റ്റർ ആയിരുന്നു ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ആക്ച്വലി വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. പിന്നെ ഒരു ചാൻസ് പറയുന്നത് തെറ്റാണെന്നൊന്നും അല്ലാണ്ട് ചാൻസ് ഇല്ലാത്ത ചാപ്റ്ററാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എക്സാമിന് വരിക, ഒക്കെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും പ്രോബ്ലം വരുന്നത് ആകെ ഒരേ ഒരു ടോപ്പിക്കേ നമുക്ക് ബൈനോമിയൽ തിയറത്തിലുള്ളൂ. സോ എക്സ്പാൻഡ് എന്ന് പറയുന്ന ടോപ്പിക്, ഓക്കെ, അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളൂ. ചാപ്റ്ററിന്റെ വെയിറ്റേജ് 3 മാർക്കാണ്, അതിൽ കൂടുതൽ ചാപ്റ്ററിന് വെയിറ്റേജ് ഇല്ല, ഓൺലി 3 മാർക്സ്. ഈ ഒരൊറ്റ വീഡിയോ മതി. 8 ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. മൊത്തം 10 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 8 ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ആ 8 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി, ഞാൻ പറയുന്നത് 99.99% നമ്മളുടെ വീഡിയോയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്നത് 99.9 ആണ്, അല്ലെങ്കിൽ 100% അപ്രോക്സിമേറ്റ്ലി. സോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല, നമ്പേഴ്സ് ഒന്നും ആർക്കും കാണാൻ പറ്റില്ല, ഹൈ സെക്യൂർഡ് ആണ്. സോ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ക്ലാസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ സാറിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പത്രത്തിൽ ആശയങ്ങൾ ഐഡിയകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളാം. ഓക്കെ, സോ ചാനലിലോട്ട് കടക്കാം, ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമേ ഒരു ലൈക്ക് തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ തുടക്കത്തിൽ ലൈക്ക് തന്നില്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ലൈക്ക് തന്നാലും മതി. ലൈക്ക് തരാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റിൽ റെപ്രസെന്റ് ചെയ്യാം. നേരെ ക്ലാസ്സിലോട്ട് പോകാൻ നോക്കിക്കോ. ബൈനോമിയൽ തിയറം ആക്ച്വലി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരേ ഒരു ടോപ്പിക്കേ ഉള്ളൂ. എക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആകെ ഈ ടോപ്പിക്കിലുള്ളൂ. അപ്പോൾ എക്സ്പാൻഡിൽ ശരിക്കും പറഞ്ഞാൽ 3 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ വന്ന മോഡലിന് എക്സ്പാൻഡ് ഒരു ക്വസ്റ്റിനും ഒരു ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്പർ എത്രയെന്ന്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത കോൺസ്റ്റന്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇപ്രാവശ്യം വന്നത്. പക്ഷേ എക്സാമിന് വേണമെങ്കിൽ എക്സ്പാൻഷനിൽ വലിയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് എക്സസൈസിലുണ്ട്, വർക്കിംഗ് ഏരിയയിലുണ്ട്. അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്ക് ഒരൊറ്റ അടിക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തരും. സബ് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടായിക്കോളണമെന്നില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഈ ചാപ്റ്ററിൽ എന്താണ്, ഈ ചാപ്റ്ററിൽ ആക്ച്വലി അത് എന്താണെന്ന് മനസ്സിലായാലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് 2 മിനിറ്റ്സ് കൊണ്ട് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാവുന്ന കാര്യം ഇവിടെ ഉള്ളൂ. സോ സിംപ്ലി ഈ ചാപ്റ്റർ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം A+B² അല്ലേ, നമുക്കറിയാം. ഇതൊന്നും പഠിക്കണ്ട, ജനറലി നമുക്ക് പറയാം A+B² എന്താ, A² + 2AB + B² ആണ്. അതുപോലെ A+B³ എന്താ അല്ലെ, A³ + B³ എന്ന് പറഞ്ഞിട്ട് പോകണം. A+B⁴ എന്താ, സാറേ ഇതിനെക്കാട്ടി വലിയ ഫോർമുല പോവുക. A+B⁵ എന്താ. സോ ഈ A+Bയുടെ പവർ കൂടുന്തോറും സ്വാഭാവികമായിട്ടും ഇതിന്റെ എക്സ്പാൻഷന്റെ ലെങ്ത് എന്ത് ചെയ്യും, വലിയ ലെങ്ത് ആയിട്ട് പോകും. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കൂട്ടുക, A+B⁴100 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും അല്ലെ, ഇത്രയും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അല്ലെ, അത്തരം എക്സ്പാൻഷൻ ഫോർമുലയിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഇത്തരം ഡിഫിക്കൽട്ടീസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്കൽസ് എന്നാണ് സയന്റിസ്റ്റിന്റെ പേര്, ദാറ്റ് ഈസ് പാസ്കൽസ് ലോ, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ട്രയാങ്കിൾ എന്താ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, സിംപ്ലി നമുക്ക് ഇവിടുത്തെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി എക്സാമിന്. സോ അങ്ങനെയാണ് നമുക്ക് വേണ്ടി പാസ്കൽ നമുക്ക് തന്ന സംഭാവനയാണ് എന്ത്, A+B⁴ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാന്നുള്ളത്. അതായത് പവർ എന്തോ ആവട്ടെ, നമുക്ക് ജനറലി A+B⁴n പവർ എന്തോ ആവട്ടെ ജനറലി n, അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. ആ ഇക്വേഷൻ പഠിച്ചാലുള്ള ഗുണം എന്താ, ഏത് എക്സ്പാൻഷനും ചുമ്മാ ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി, ആൻസർ ആയി. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റർ. മാർക്ക് പോകാൻ സാധ്യതയില്ല, കാരണം ഗ്യാരണ്ടി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എന്താ പറയാ, തെറ്റാൻ ചാൻസ് ഇല്ലാത്തൊരു ചാപ്റ്ററാണ്. സോ A+B⁴ എക്സ്പാൻഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കും പോകാൻ ഞാൻ കാണുന്നില്ല ഒരു സാധ്യത ഉണ്ട്. മറ്റുള്ള ചാപ്റ്ററുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ചാപ്റ്ററാണ് എന്ത്, ബൈനോമിയൽ എക്സ്പാൻഷൻ. പക്ഷേ എല്ലാവരും ഇത് ഭയപ്പെടുന്നത് എവിടെ വെച്ചാൽ ഇതിന്റെ എക്സ്പാൻഷന്റെ ഫോർമുല എഴുതുമ്പോൾ കുറേ കുട്ടികൾക്ക് ഒരു 90 അല്ലെങ്കിൽ ഒരു 80% കുട്ടികൾക്കും പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ ഈ ഫോർമുല എഴുതുമ്പോൾ തെറ്റിപ്പോവാന്നുള്ളതാണ്. അതേപോലെ തന്നെ അശ്രദ്ധ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ സ്ഥലത്ത് പോയിട്ട് ബിയുടെ വാല്യൂം, ബിയുടെ സ്ഥലത്ത് പോയിട്ട് എയുടെ വാല്യൂം, പവേഴ്സിൽ എന്നോട് ഇത് ഇങ്ങനത്തെ അശ്രദ്ധയാണ് ഈ ചാപ്റ്ററിൽ മാർക്ക് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ ഈ ചാപ്റ്ററിന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധാപൂർവ്വം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാപ്പാടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് A+B⁴ ഫോർമുല എന്താണ്, വളരെ സിമ്പിൾ ആണൊക്കെ പറയാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കാണാപ്പാടം പഠിക്കാനൊന്നുമില്ല. നമ്മൾ പുട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടെ, ശ്രദ്ധ എന്ന് പറയുന്ന വേർഡാണ് ഈ ചാപ്റ്ററിന്റെ മർമ്മം. ആ ശ്രദ്ധ പോയ ആളുകൾക്കൊക്കെ ഈ ചാപ്റ്ററിൽ 3 മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. 3 മീൻസ് അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ 1 മാർക്ക് കിട്ടാം, ചില 3 മാർക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധയോട് കൂടെ വർക്കൗട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ തലയിലൊന്നും കാണാതെ പഠിക്കേണ്ട. വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടാണ് ബൈനോമിയൽ. ദാറ്റ് ഈസ് ഈസി ചാപ്റ്റർ. സോ ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സ്പാൻഡ് ചെയ്താം. ഈ എക്സ്പാൻഷനാണ് എല്ലാ ആളുകൾക്കും തെറ്റുന്നത്. സോ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതാം A+B⁴ എക്സ്പാൻഷൻ പഠിച്ചു. എല്ലാവരും തെറ്റിക്കുന്നത് ഇതാണ്, നോക്കിട്ടാ.
NC0, അത് കഴിഞ്ഞാൽ A⁴n, ഇതാണ് സ്റ്റാർട്ട് ചെയ്യുക. NC0 A⁴n. പിന്നെ എല്ലാവർക്കും ഡൗട്ട് വരിക, ഇവിടെ ബി ഇല്ല സാറെന്ന്. ബി ഉണ്ട് മക്കളെ. ബി എത്രയാടാ? 0 ആണ്. എല്ലാത്തിലും എയും ബിയും ഒക്കെ ഉണ്ട്, മനസ്സിലായ? ഇപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്. അപ്പൊ NC0 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ A⁴n B⁴0. സാർ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ NC0 A⁴n മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ശരിയാണ്. അതെന്തുകൊണ്ടാ? നമുക്കറിയാം ഏതിൻ്റെയെങ്കിലും പവറിൽ 0 വന്നാൽ അല്ലേ, A⁴0 X⁴0 എല്ലാം എന്താ 1, W⁴0 ഒക്കെ 1 അല്ലേ, X+Y⁴0. നമുക്കറിയാം എല്ലാത്തിൻ്റെയും പവർ വന്ന എനിത്തിങ് പവർ 0 എത്രയാടാ? 1 ആണ്. ഈ ആശയം നിങ്ങൾ എല്ലാവരും പഠിക്കണം. എന്തിൻ്റെങ്കിലും പവറിൽ 0 വന്നാൽ എന്താണ്? 1 ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി എന്താണ്, അത് കറക്റ്റ് ആണ് അല്ലേ? അവിടെ കേൾക്കട്ടെ, അങ്ങനെ തന്നെ എത്താം, സ്കൂളിലായിട്ട് ഫോർമുലയിൽ എത്താം. അത് കഴിഞ്ഞാൽ NC എന്താടാ? 0 കഴിഞ്ഞാൽ പറഞ്ഞോ 1. A⁴n കഴിഞ്ഞാൽ അടുത്ത് എന്ത് വരുടാ? A⁴n-1. B⁴0 എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ പിന്നെ അടുത്ത നമ്പർ എത്രയാ? 1 അല്ലെ, പോസിറ്റീവ് ആയിട്ട് 1. അടുത്ത് പറഞ്ഞോ NC2 A⁴n-2 B². ഇങ്ങനെ എഴുതുകയാണെങ്കിൽ കുറെ എഴുതണം അല്ലെ, അങ്ങനെ പോയി നമുക്കൊരു സ്റ്റോപ്പ് ഇടാം. എക്സെട്ര NC ഏത് വരെ പോകും? C 0 1 2 3 4 NC0 NC1 NC2 ഇങ്ങനെ പോയ അവസാനിക്കാതെ പോകും. ഏത് വരെ പോകും? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു N ഉണ്ടാവും, ആ N വരെ പോവുള്ളൂ. ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ ആ എൻഡ് വരെ നമുക്കത് പോവാം. അപ്പോൾ ജനറലി നമ്മൾ NC ഏത് വരെ പോകും? NC വരെ പോകും. ഇനി അടുത്തത് A⁴n. ഫസ്റ്റ് എന്താണ്? A⁴n ആണ്. രണ്ടാമതെയാണ് A⁴n-1. മൂന്നാമത് A⁴n-2 N-3 N-4 N-5 N-6. ഇതിനൊരു അവസാനം വേണ്ടേ? അവസാനിക്കും എപ്പോ? N വരെ. എല്ലാത്തിൻ്റെ അവസാനം N ആണ്. അപ്പൊ എന്ത് വരും? A⁴ എന്ത് വരും മക്കളെ? N-n. A⁴n-1 കാണാനിടാ ഉണ്ട്. ഇനി അതുപോലെ ബി നോക്കേ. B⁴0 B⁴1 അല്ലെ, തുടങ്ങുന്നത് B⁴0 അല്ല. B⁴0 B⁴1 B⁴2 B⁴3 B⁴4 അവസാനം അതും എന്തെന്നെ N-ൽ അവസാനിക്കും. സോ B⁴n അവസാനിക്കും. പക്ഷേ സ്കൂളിലെ ടീച്ചർ ഞങ്ങൾക്ക് ഇങ്ങനെ അല്ലല്ലോ സാറെ ഫോർമുല പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. നോക്കേ, ഇത് എക്സാമിന് ഇങ്ങനെ എഴുതുക. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം, കാരണം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, ഒറ്റ ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. എക്സ്പാൻഡിന്റെ 2 ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. അപ്പൊ എക്സാമിന് ആ ഒരെണ്ണം കറക്റ്റ് എഴുതണ്ടേടാ. നമ്മൾ ടെൻഷൻ അടിക്കണം എന്തിനാ? ഫസ്റ്റ് നമ്മൾ ജനറലി ഒന്നും കൂടെ പറയാം. NC0 A⁴n B ഉണ്ട് ഇവിടെ, കാരണം ബിയുടെ പവറിൽ 0 ആണെന്ന് മാത്രമാണ്. ഓക്കെ, സ്കൂൾ എഴുതുന്നത് എങ്ങനെയാണ് സാർ? എങ്ങനെ? NC0 ടീച്ചർ ഇങ്ങനെ കാണാപാഠം പഠിച്ചോന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. A⁴n കാരണം B⁴0 എത്ര സാറേ? കാരണം B⁴0യുടെ വാല്യൂ എത്രയാണ്? 1. നിങ്ങൾ സ്കൂൾ പറഞ്ഞ ടീച്ചർ തെറ്റൊന്നല്ല. B⁴0 1. അപ്പൊ ഇൻറ്റു 1. അപ്പൊ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എഴുതണം, മെൻഷൻ നിർബന്ധമല്ലല്ലോ. സോ പ്ലസ് എന്ത് വേണടാ? NC1 A⁴n-1 B. സാറേ സ്കൂളിൽ B എന്നാ എഴുതുന്നത്, ശരിയാ? B⁴1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B എന്ന് പറയാം. അപ്പൊ ദാറ്റ് ഈസ് B. നിങ്ങൾക്ക് B എന്ന് പറഞ്ഞാൽ B പഠിച്ചോ. ഓക്കെ, പ്ലസ് NC2 അടുത്തെന്ത് വരോടാ? A⁴n-2. പിന്നെ സാറേ സ്കൂളും B² തന്നെ, എക്സെട്ര. സാറേ എൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. സോ NCn അതെല്ലാവരും അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? NCn. പക്ഷെ A⁴n-n എന്താ പറ? A⁴n-1 സാറേ N കുറച്ചാൽ 0, എനിത്തിങ് പവർ 0 സാറേ 1 അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 1 ആണ് അല്ലേ? അപ്പോൾ 1 അവിടെ ഞാൻ എഴുതണം നിർബന്ധമില്ലല്ലോ, ഞാൻ അവിടുന്ന് മാറ്റി. B⁴n ആർക്കെങ്കിലും A+B⁴n ഇങ്ങനെ കാണാൻ പഠിക്കാനാണ് സ്കില്ലെങ്കിൽ ഇത് പഠിക്കട്ടെ. അതല്ല, നമുക്ക് വേണ്ടത് ഈ ഫോർമുലയാണ്. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാനാണ് സ്കില്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിക്കട്ടെ. നിങ്ങൾ സ്കൂളിലൊക്കെ പറഞ്ഞ പോലെ അല്ലെ, ട്യൂഷനിലൊക്കെ പഠിപ്പിച്ച പോലെ നിങ്ങൾക്ക് ഇത് പഠിക്കാനാണെങ്കിൽ സ്കില്ല് ഇത് പഠിക്കുക. അതല്ല, നിങ്ങൾക്ക് എക്സാമുകൾ ഇത് പഠിക്കുമ്പോൾ തെറ്റാനുള്ള സാധ്യത ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പഠിച്ചിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത ഫോർമാറ്റ് ആണ് ഇത്. കാരണം എനിത്തിങ് പവർ 0 എത്രയാണ്? 1 ആണെന്ന് എഴുതി. പിന്നെ സാറ് A⁴n- ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണം എന്താ? എല്ലാത്തിലും AB ഉണ്ട്. നോക്കേ, ഫസ്റ്റിൽ AB ഉണ്ട്, സെക്കൻഡിൽ AB ഉണ്ട്, തേർഡിൽ AB ഉണ്ട്, എല്ലാത്തിലും AB ഉണ്ട്. AB എങ്ങനെ തുടങ്ങി? B എങ്ങനെ തുടങ്ങി? B0 ആണ്. പിന്നെ B1 B2 B3 B4 അങ്ങനെ പോകും. B ഏത് വരെ പോകും? N വരെ. നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞ N അത് വരെ, 4 ആണെങ്കിൽ 4 വരെ പോകും കേട്ടാ. സോ ജനറലി തുടങ്ങുമ്പോൾ A⁴n ആണ്, മറക്കല്ലേ? A⁴n. പിന്നെ A⁴n-1 A⁴n-2 A⁴n-3 ഇത് ഏത് വരെ പോകും? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള N വരെ നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫോർമുല കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യ പടി. കറക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്തേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ ഇതൊന്ന് പറയാം കേട്ടാ. അല്ല, ഇത് അവിടെ കിടക്കട്ടെ, നമുക്ക് അടുത്തതിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എന്നാലും നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്ന എക്സ്പാൻഡ് 100%. എക്സ്പാൻഡിൽ ഇപ്പോൾ മോഡലിനൊക്കെ വന്നതാണെങ്കിൽ A/B ഫോർമാറ്റിൽ അതൊക്കെ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് എന്ന് പറയുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ഞാൻ രണ്ടാമത് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിലൊക്കെ പറഞ്ഞ അതേ ഫോർമുല എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ സെറ്റ് ആക്കിക്കോ. അപ്പോൾ എന്താ ഫോർമുല എല്ലാവരും എഴുതിക്കുക, വൃത്തിയിൽ എഴുതിക്കുക, നല്ല നീറ്റായിട്ട് എഴുതാം, സാറിനെക്കാട്ടിയും വൃത്തിയിൽ എഴുതാം. സോ NC0, കാരണം ഇത് എത്രത്തോളം വൃത്തിയിൽ എഴുതുന്നോ ഇത് നീറ്റായിട്ട് എഴുതുന്ന ആൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടും. ഇങ്ങനെ ചാണാപ്പൊളി എഴുത്തൊക്കെ എഴുതി കഴിഞ്ഞാണ്ടല്ലോ ഇത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കൊളാവും. ഭംഗിയല്ല ഹാൻഡ് റൈറ്റിങ്ങിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഴുതുന്ന അക്ഷരത്തിന് ഒരു സ്ഫുടത ഉണ്ടാക്കുക, നല്ല ലെറ്റർ ക്വാളിറ്റി ഉണ്ടാക്കുക. അപ്പോൾ എയും ബിയും ഒക്കെ എഴുതുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ NC0 ചില ആളുകളുണ്ട് ഈ NC0 നമ്മൾ കോമ്പിനേഷൻ NCR ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് +1 നമ്മൾ പഠിക്കുന്നത്. ഇതല്ലേ പാറ്റേൺ. ഇത് ഇപ്പോഴും ചില കുട്ടികളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ 5C0 എന്ന് പറയണം, ഇങ്ങനെ എഴുതി വെക്കും. എന്ത് ബോറാണ് ഇങ്ങനെ എഴുതുന്നത് 5C0? അങ്ങനെ എഴുതാൻ പാടില്ല, അടിയാണ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ. കാരണം NCRന്റെ പാറ്റേണേ ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെ ഒരു കുട്ടി പോയി 5C0 എന്ന് പറയുന്നത് ഫൈക്കോ എന്നാ വായിക്കുക, ഫൈക്കോ അല്ല സൈക്കോ ആണ് അങ്ങനത്തെ കുട്ടികൾ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഓരോന്ന് എഴുതുന്ന പാറ്റേണുകൾ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്പറിന്റെ മനസ്സിലായ. ഇപ്പോൾ 5C0, അപ്പോൾ 5C0 സാറിനെക്കാട്ടി മനോഹരമായിട്ട് നിങ്ങൾ എഴുതാനാണ് സാറ് നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, സാർ അത്രയും സംഭവം എഴുതുന്നല്ല, പക്ഷെ എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നെക്കാട്ടി നല്ല ഭംഗിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അതാണ് സാർക്ക് ഇഷ്ടം. ഓക്കെ, സോ A+B⁴ എക്സ്പാൻഷൻ ആണ്. NC0 പറ, A⁴ സാറ് തുടങ്ങുന്നത്. ഫസ്റ്റ് B ഇല്ല അല്ലേ. സോ NC1 A⁻n−1 ഇൻറ്റു B⁴1 അല്ലെങ്കിൽ B അല്ലേ. ഓക്കെ സാർ. NC2 സാറേ പറ, A⁻n−2 B². എക്സ്പാൻഷൻ്റെ ജനറൽ ഫോം എഴുതണം, നിർബന്ധമായിട്ടും എഴുതണം. NC ഏത് വരെ അവസാനിക്കും? N. ഇനി A ഉണ്ടാവില്ല, കാരണം A⁻n−1 0 ആയിട്ട് പോയാൽ പിന്നെ ആരുണ്ടാവുക? B⁴n. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല. ഇത് വൃത്തിക്ക് നിങ്ങൾ എഴുതിക്കോളണം, തെറ്റ് കൂടാതെ എഴുതിക്കോളണം. ഇത് തെറ്റ് കൂടാതെ എഴുതുന്ന ഒരു കുട്ടിയുടെ മാർക്ക് പോകില്ല, ഞാൻ ഉറപ്പ് പറയുന്നത് ഒരു കുട്ടിയുടെ മാർക്ക് പോകില്ല. ഇത് തെറ്റ് വരുമ്പോഴാണ് നിങ്ങൾ എല്ലാ മാർക്കും പോകുന്നത്. അപ്പോൾ ഇത് മിനിക്കുക, എക്സാമിന് കയറുന്നതിന് മുന്നേ ഇത് മിനിക്ക് പഠിച്ചിട്ടുണ്ടാവണം ഈ ഫോർമുല തെറ്റുകൂടാതെ. പിന്നെ തെറ്റൂല, നിങ്ങളെ 100% തെറ്റൂല. അത് ഞാൻ ഉറപ്പാണ്, കാരണം പറഞ്ഞുതരാം. അത് നമ്മൾ ട്രിക്കിലാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞത് ഇത് നിങ്ങൾ തെറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഉത്തരം തെറ്റൂല, ഏത് ക്വസ്റ്റ്യൻ വന്നോട്ടെ കേട്ടോ. ഇനി ജനറലി നിങ്ങൾ പറഞ്ഞ A+B⁴ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ജനറലി ഇതാണല്ലോ. സോ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയെടുക്കണം, സൈഡിൽ കൃത്യമായിട്ട് എഴുതണം. എത്രയാ? 2x. ഇത് എഴുതാത്ത കുറെ ബിരുദന്മാരുണ്ട്, മനസ്സിൽ കരുതും A2x അല്ലേ എന്ന്. അങ്ങനെയല്ല, അത് എഴുതി വെക്കണം. എഴുതി വെച്ചാലേ നമ്മളെ ബ്രെയിൻ പ്രോഗ്രാമിംഗ് ലോഡ് ആവുള്ളൂ. A2x ആണ് ലോഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സൈഡിൽ എഴുതി വെക്കണം. A 2x ആണ്, എഴുതി വെക്കണം. B എത്രയാണ്? ഓവർ കോൺഫിഡൻറ്റ് വേണ്ട. B എത്രയാണ്? 3 എഴുതി വെക്കണം. N എത്രയാണ്? 5 ആണ്. ഞാൻ വേറൊരു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ. N 5 ആണെങ്കിൽ എത്ര എക്സ്പാൻഷൻ ഉണ്ടാവും? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. 6 ഉണ്ടാവും. 1 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് ഈ പവറിലുള്ള N എത്രയാണോ അതിൻ്റെ ഒന്ന് കൂടുതലായിരിക്കും. അതെങ്ങനെ മനസ്സിലായി സാർക്ക്? ഓക്കെ, NC0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ NC0 ഏത് വരെ പോകുന്നുണ്ട്? NCN വരെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ NC1 മുതൽ NCN വരെ പോകാന്ന് പറഞ്ഞാൽ തന്നെ എത്രയാണോ നമ്പർ 5 ആണെങ്കിൽ 5 വരെ ആയിന്നാ. പിന്നെ NC0 കൂടെ ഒന്നുണ്ട്, അപ്പോൾ മൊത്തത്തിൽ 6 ആണ്. അപ്പോൾ അതൊരു 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വേറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണോ എന്നെ അതിലൊന്ന് കൂട്ടി പറയാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാറേ, അതൊക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് എക്സ്പാൻഷനിലോട്ട് പോകാം. ശരി, ഇനി നല്ല വൃത്തിയിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തോ. ഇനി ഇതിൽ കാണുന്ന ലെറ്റർ നോക്കട്ടാ. N-ന് എത്ര കൊടുക്കണം? 5. Aക്ക് എത്ര? Aയുടെ സ്ഥാനത്ത് 2x അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊടുത്താൽ ഞാൻ ഓൺലൈനിൽ കൂടെ വന്നിട്ട് അടിക്കും, മനസ്സിലായ? A കാണുന്നിടത്ത് 2x, B കാണുന്നിടത്ത് കൃത്യം എത്രയാ? 3. ഇത് കറക്റ്റ് പാക്ക് ചെയ്യുക, തെറ്റ് കൂടാതെ കോൺസെൻട്രേറ്റ്. എക്സാം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം, കറക്റ്റ് ശ്രദ്ധയോട് കൂടെ വേണം ഇത് ആൻസർ ചെയ്യാൻ. ഇത് ആൻസർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് വർക്ക് ചെയ്താൽ കംപ്ലീറ്റ്ലി പോവും. അത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളായിട്ട് തെറ്റിക്കരുത്. ഓക്കെ, വീട്ടിൽ നിന്ന് ഇന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. N കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് 5. C0. A വാട്ട് ഈസ് A? 2x. പവർ N. അപ്പോൾ ദാ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് കൊടുത്തു, നല്ല ശ്രദ്ധിക്കണം. N എത്രയാണ്? 5. നമ്മൾ ആപ്പിളിനൊക്കെ കവർ ഇടൂലേ? ഒരു ആപ്പിളൊക്കെ, നല്ല ആപ്പിൾ, ക്വാളിറ്റിയുള്ള ആപ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആപ്പിളിനൊരു റാപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും ഷോപ്പിൽ വിൽക്കുമ്പോൾ അല്ലേ? അതേപോലെ റാപ്പ് ചെയ്തോളാം. എന്തിനാണ് റാപ്പ് ചെയ്ത്? 2 A വന്നത് കൊണ്ടാണ്. സോ ഒരെണ്ണം A മീൻസ് ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് വെറും X മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റാപ്പിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ 2 ആളുള്ളത് കൊണ്ടൊന്ന് റാപ്പ് ചെയ്തോ. ഓക്കെ, ചില ആളുകൾക്ക് അല്ലെങ്കിൽ എന്താണ്ടാവുമെന്ന് അറിയാം, കുട്ടികൾ ഇങ്ങനെ ഇട്ട് പോകും. സറോം. കാരണം 5 ആർക്കൊക്കെ ബാധക? 2-നും X-നും ബാധക. ഇങ്ങനെ എങ്ങാനും ആരെങ്കിലും ചെയ്താൽ മൊത്തം കൊളാവും. അതുകൊണ്ടാണ് പറയുന്നത് റാപ്പ് ചെയ്യണം. ചില ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെയും പ്രശ്നങ്ങളാണ്. ഓക്കെ,
പറയുന്നത് കറക്റ്റ് അനുസരിച്ച് ചെയ്തോ, നിങ്ങളെ തെറ്റൂല കേട്ടോ. എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സാറ് പറയുന്നത്. സോ 5C1 സാർ ഇത് ഏത് വരെ പോകണം? അത് NCN വരെ. നമ്മൾ ഇങ്ങനെ പോവാ, മാലപ്പളപ്പ് പോലെ പോവാ. 6 ഉണ്ടാവും എക്സ്പാൻഷൻ, 6 അങ്ങനെ പോവാ. നന്നായി ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്തോ. സോ 5C1 നിങ്ങൾ ഒറ്റ ലൈനിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. സാറിൻ്റെ ബോർഡിൽ എത്ര ഒതുങ്ങുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുക പരമാവധി എത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കുറച്ച് ഇപ്പുറത്തുനിന്ന് പിടിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇപ്പുറത്തുനിന്ന് പിടിക്കട്ടെ. സോ എൻ്റെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ 5C0 ഏടെ സ്ഥാനത്ത് എന്താടാ 2x, നല്ല വൃത്തിയിൽ എഴുതേ 2x ഓൾ റേസ് ടു പറടാ എന്നെ നിങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യടാ 5 പ്ലസ് ഓൺലൈനിലൊന്നും പ്രശ്നമല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാലോ. നോക്ക് 5C1 A3ടാ 2x ഓൾ റേസ് ടു n-1 5 - ഓവർ കോൺഫിഡൻറ്റ് ചിലവ് 5 - 4 എന്നൊക്കെ എഴുതി വെക്കും. അതൊന്നും വേണ്ട, നിങ്ങൾ 5 - 1 തന്നെ എഴുത് കേട്ടോ. നമ്മളെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. സോ B എത്രയാണ് 3. സാർ 3ൻ്റെ മുകളിൽ 1 ഇടണം കേട്ടോ. 3 × 1 എത്രയാണ്? 3 × 1 എത്ര? 3 തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഇടണ്ട. ഓക്കെ. സോ NC2 5C2 A റേസ് ടു ചിലർ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ പോകണം, ഏത് വരെ പോകണം? 2x ഓൾ റേസ് ടു n-2 അല്ലേ 5 - 2 B² B കണ്ടാ നമ്മളിങ്ങനെ B എഴുതാനുള്ള തരൊക്കെ കാണും, പക്ഷെ നമ്മൾ B3 3². സാറേ ഇതിങ്ങനെ പോയി എനിക്ക് സാറേ കൈ കടഞ്ഞു. അങ്ങനെയല്ല, ഇത് ഏത് വരെ പോകണം? NCN വരെ പോകണം. അതായത് ഇതുപോലെ ഒരേപോലത്തെ നമ്പറുകൾ വരും. ഇപ്പൊ എന്നെ എത്ര ഇവിടെ മക്കൾ എത്ര ക്വസ്റ്റ്യൻ എത്ര? 5 അപ്പോൾ 5C ഞാൻ വലിയ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ 5 വന്നോളന്നില്ല, ചെറിയ 4 3 ഒക്കെ എക്സാമിന് ചോദിക്കാം. പക്ഷെ എന്നാലും മാക്സിമം 5 ആണ്. 6 വന്നു. 6 നിങ്ങളെ 6 ആണോ 5 ആണോ മോഡലിൽ വന്ന് 6 എന്തോ. സോ 5C5 കാണുന്നത് വരെ ഇപ്പൊ നോക്കുക എവിടെ എത്തി? 5C0 5C1 5C2 ആയിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 5C3 വരും, അടുത്ത സ്റ്റെപ്പിൽ 5C4 വരും. 5C5 വന്നാൽ സ്റ്റോപ്പ് ചെയ്യാം. ആൻസർ കഴിഞ്ഞു. പിന്നെ ഒന്ന് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളാണ്. അപ്പൊ ആ 5C5 വരെ എഴുതാനുള്ള ക്ഷമ നിങ്ങളെ മനസ്സിൽ ഉണ്ടാവുക, കാണിക്കുക കേട്ടോ. തളരേണ്ട ആവശ്യമില്ല. ഓക്കെ. 5C2 കഴിഞ്ഞു സാറേ. 5C3 അതുപോലെ 2x ഓൾ റേസ് ടു 5 - 2 ഞാൻ 5 - 3 എന്ന് എഴുതി സാറേ. 3³ എന്ന് എഴുതി. ഓക്കെ. ഇനി 5C4 എന്ന് എഴുതി സാറേ. 5C3 കഴിഞ്ഞാൽ 5C4. അതേപോലെ 2x ഓൾ റേസ് ടു 5 - 4 എന്ന് എഴുതി. 3⁴ എന്ന് എഴുതി സാറേ. ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ സാർ, അവിടെ എത്തുമ്പോഴേക്കും നിന്ന് അല്ലേ. 5C5 2x ഓൾ റേസ് ടു 5 - 5 3. ഇതുവരെ ഒരുത്തൻ എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഫുൾ മാർക്കായി. പിന്നെ തെറ്റാനേ പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ തെറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾക്ക് എഴുതാൻ സ്കില്ലുണ്ടോ എന്ന് പിന്നെ തെറ്റില്ല കേട്ടോ. പിന്നെ സിംപ്ലിഫിക്കേഷൻ ഒതുക്കലാണ് നമ്മൾ കേട്ടോ. ഇനി 5C0 നിങ്ങൾക്ക് വേണമെങ്കിൽ ഐദർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ചില ആളുകൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ശ്വാസകോശം പോലെ അല്ലേ കാൽക്കുലേറ്ററിനെ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. സാർ ഇവിടെ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാർ ഡയറക്റ്റ് ആൻസർ ആണ് ചെയ്യുന്നത്. സാർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുക്ക് നോക്കുന്നത്. ഓക്കെ കിടന്നോട്ടെ. ഓക്കെ. സാർ ഇവിടെ കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് 5C0 ജനറലി NC0 എന്ന് പറഞ്ഞാൽ 1. ജനറലി 5C0 ആവട്ടെ 10C0 ഒക്കെ 1. 5C0 ഒക്കെ 1. അപ്പോൾ ജനറലി 5C0 ഓൾറെഡി എത്രയാടാ 1 × ഇനി 2x ഓൾ റേസ് ടു 5 ഞാനത് പ്രത്യേകം പറയുന്നത് റാപ്പ് ചെയ്യണം എന്നല്ലേ. ഈ റാപ്പ് ചെയ്ത് എന്തുകൊണ്ടാണ്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് AB² എന്ന് പറഞ്ഞാൽ വാട്ട് A² × B². ഇവിടെ ഇൻറ്റു വന്നാലിട്ട് അവിടെ ഓൾറെഡി ഇൻറ്റു ആണല്ലോ വരുള്ളൂ, വേറെ ഒന്നും വരാനില്ല. സോ A² × B². അപ്പോൾ 2x ഓൾ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ എന്താ 2². അതുപോലെ തന്നെ x⁵5. ഇത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ. സോ അതിവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ ഒന്നും അലമ്പാക്കുന്നില്ല, ഇവിടെ അങ്ങനെ ചെയ്ത് പോയാൽ മതിയല്ലോ. നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. 2² അല്ല 2⁵5 x⁵5. ഇനി 5C1 സാർ എങ്ങനെ കാണാം? ഓക്കെ. 5C1 ഈ കോഫാക്ടർ കാണാനുള്ള ട്രിക്ക് ഉണ്ട്. എന്താ? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 5C3 കാണുന്ന എങ്ങനെ ട്രിക്ക് പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം നോക്ക്. 5C3 5 എന്ന് എഴുതാം. ഓക്കെ. 3 വട്ടം ബാക്കിലോട്ട് പോവാം. 5 4 3 ദാറ്റ് ഈസ് 5C3 5 4 3. അതിൻ്റെ അടിയിൽ എന്ത് എഴുതാം? 1 × 2 × 3 എന്ന് എഴുതാം. സോ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താ? 2 × 3 6 വേണ്ട 3 വെട്ടി 2 4 വെട്ടി 2 5 × 2 എത്ര 10. ഓക്കെ മക്കളെ കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടിയാ 10 കിട്ടി അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ടാ ഇതിൻ്റെ ഒക്കെ വാല്യൂ കാണാം. ഫോർ എക്സാമ്പിൾ അതൊന്നും ആദ്യം ഞാൻ ക്ലിയർ ആക്കട്ടെ, കാരണം ഇതിൽ വരുന്ന എല്ലാ കോമ്പിനേഷനിലും ഈ സാധനമാണല്ലോ വരുന്നത്. ഇപ്പോൾ 5C2 പറ എങ്ങനെ കാണാം? 5C2 എങ്ങനെ കാണാം? 5 എന്ന് എഴുതാം. 5C2 2 വട്ടം. അപ്പം ബാക്കിലോട്ട് 4 1 × 2 1 × 2 2 4 വെട്ടി കഴിഞ്ഞാൽ 2 5 × 2 എത്രടാ 10. ഇങ്ങനെ നമുക്ക് കണ്ടെത്താവുന്ന കാര്യമുള്ളൂ. 5C2 5C3 5C4 5C5 എല്ലാം കാണാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ 5C1 എങ്ങനെ കാണാം? 5 ഒരു വട്ടേ ഉള്ളൂ, പിന്നെ ഒന്നുമില്ല. ആൻസർ ഈസ് 5.
അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിനെക്കാട്ടി വേഗതയിൽ നമുക്ക് ചെയ്യാം കോമ്പിനേഷൻ ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ വേറൊരു പ്രോബ്ലം, ഇപ്പോൾ 5C4 എങ്ങനെ ചെയ്യാം? 5 × 4 × 3 × 2 അല്ലേ, 4 വട്ടല്ലേ ഉള്ളൂ, 4 വരല്ലേ, 1 2 3 4. സോ അടിയിൽ എന്ത് വരും? 1 × 2 × 3 × 4 അതൊക്കെ വെട്ടി 3 4 അല്ലേ, 4 ഒക്കെ വെട്ടിയില്ലേ. സോ പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? 5/1 എത്രയാണ്? 5. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ പറ്റി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം. ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട, മാനുവലി വർക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. കാരണം എൻട്രൻസ് പോലത്തെ പരീക്ഷകൾക്കൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സാർ എൻട്രൻസ് മുതൽ ബോർഡ് എക്സാം മാർക്ക് മേടിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതന്നു. അതൊക്കെ നിങ്ങളുടെ റിസ്ക്. ഓക്കെ, സോ എന്തായാലും ആൻസർ ചെയ്യാം. 5C1 ഇപ്പൊ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും വേണ്ടില്ല, ദാറ്റ് ഈസ് 5C1 5 ആണ്. ഓക്കെ, അതുപോലെ 5ന്ന് 1 പോയാൽ 4 ആണ്. അപ്പൊ ഞാനിത് ഇതിന് സാറേ ഒരുപാട് സ്റ്റെപ്പ് വേണ്ട. അത് ഞാൻ സ്റ്റെപ്പ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എക്സാമിന് ഇതുപോലെ ചെയ്താൽ മതി. 5ന്ന് 1 പോയാൽ 4 ആണ്, പെൻസിൽ കൊണ്ട് എഴുതി വെച്ചാൽ മതി. 5ന്ന് 2 പോലെ എത്രയാടാ? 3 ആണ്. ഓക്കെ, 5ന്ന് 3 പോയാൽ 2 ആണ്. പിന്നെ 5ന്ന് 4 പോയാൽ 1 എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമുള്ളതല്ല. ഓക്കെ, 5ന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാടാ? 0 ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പെൻസിലോട്ട് ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അത്രയും സ്റ്റെപ്പ് നമ്മൾ കുറയും എക്സാമിന്. ഒരുപാട് എക്സാമിന് സ്റ്റെപ്പ് ഇട്ടിട്ട് നമ്മൾ അലമ്പാക്കണമെന്നില്ല കേട്ടോ. ഇനി ഇവിടെ നോക്കേ, അപ്പോൾ A⁻B നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്ത് വരും? 2⁴, അതുപോലെ എന്ത് വരും? X⁴ ഇൻറ്റു 3⁴ എന്ന് പറഞ്ഞാൽ 3. അത് ഗുണിക്കാനുള്ള വാല്യൂ ആണ്, അവിടെ കിടക്കട്ടെ. ഇനി 5C2ന്റെ ആൻസർ എന്താ? സാറേ 5 × 4 × 1 × 2. സാറേ 2 4 കെട്ട്, സോ 10 അല്ലേ, 10. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോ കേട്ടോ. 2⁻3 അതുപോലെ എന്ത് വരും? X⁻3. ഇവിടെ ഇൻറ്റു ആണ്, നല്ല നീറ്റായിട്ട് X⁻3 എന്ന് എഴുതാം. 3² എന്ന് പറഞ്ഞാൽ 3² 6 എന്നൊന്നും എഴുതിക്കട്ടെ. 3 × 3 9 ആണ് കേട്ടോ. സോ ഇൻറ്റു 9 പ്ലസ് 5C3. 5 × 4 × 3. സോ 1 × 2 × 3. സോ 3 3 ക്യാൻസൽ, 2 4 ക്യാൻസൽ, 5 × 2 10. സോ 10 2² അല്ലേ, 5 - 3 2 2² × X². 3³ 27 കേട്ടോ, 27 പ്ലസ് 5C4 5 ആണ് വന്നത് അല്ലേ, 5 ആണ്. ഞാൻ ഓൾറെഡി നമുക്കറിയാം. 2⁻1 അപ്പോൾ നമുക്ക് ക്ലിംബിളോ 2⁻1 എന്ന് പറഞ്ഞാൽ 2, അതുപോലെ തന്നെ ഇൻറ്റു X⁻1 എന്ന് പറഞ്ഞാൽ X. 3⁻4 കാൽക്കുലേറ്ററിൽ കാണാം അല്ലേ, 3 × 3 × 3 × 3 അല്ലേ, 3 × 3 × 3 27 ആണ് അല്ലേ. 27 × 3 2 4 6 60 81 ആണോടാ, 81. ഓക്കെ, ആൻഡ് ഫൈനലി 5C5 നമുക്കറിയാം എന്താണ്? 1 ആണ്. കാൽക്കുലേറ്ററിൽ കൊടുത്തു 5C5 1 ആണ്. സോ ഇത് മൊത്തം എനിത്തിങ് പവർ 0 നമുക്ക് 2x⁻0 എനിത്തിങ് പവർ 0 1 ഇൻറ്റു 3⁵. 3⁵ ആൻസർ നിങ്ങൾ കാണാം. 3⁵ 243 ആണ് കേട്ടോ, 243 കേട്ടോ, 243. സാർ ആൻസർ ചെയ്യണം എഴുതി. ഓക്കെ, ഇനി എൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുവരെ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നത് കറക്റ്റ് നോട്ട് ക്ലിയർ ചെയ്തെടുക്കുക. സോ ഫൈനൽ സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഞാൻ അടുത്ത പേജിലോട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. സോ വേറെ കളറിന് ഉപയോഗിക്കാം. സോ 1 × 2⁵ X⁻. 2⁵. വാട്ട് ഈസ് 2⁵? 2⁵ ആൻസർ പറഞ്ഞാൽ 32 അല്ലേ, 32. സാർ കീ നോക്കുകയാണ്, തെറ്റാണ്ട് കേട്ടോ. X⁻. ഇനി നിങ്ങൾ കാണാം 2⁻4 കാണാം. ഇവിടെ നിങ്ങൾ കാണേണ്ടത് എന്താടാ? 5 ഇൻറ്റു സെപ്പറേറ്റ്. ഇത് നിങ്ങൾ ഇവിടെ കൊടുക്കാൻ വർക്കൗട്ട് ചെയ്യണ്ട. ഇതിലെ കോൺസ്റ്റന്റ് നമ്പറുകൾ സെപ്പറേറ്റ് എല്ലാവരും കണ്ടേ. 2⁻4 3 ഇത് സെപ്പറേറ്റ് എല്ലാവരും കണ്ടേ. 5 × 2⁻4 ഇത് എല്ലാവരും ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുക 240 ആണ് കിട്ടുക. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തോ, കാൽക്കുലേറ്ററിലാണെങ്കിൽ കാൽക്കുലേറ്ററിൽ 5 × 2⁻4 × 3 സെപ്പറേറ്റ് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടുക 240. ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് കേട്ടോ. CBSEക്ക് ഒന്നും കാൽക്കുലേറ്റർ ഇല്ല, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. X⁻. സാറേ 5 അല്ല 4 ആണ്. ഇവിടെ 5 എഴുതിയാൽ പിന്നെ ഇവിടെ 4 എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അത് നമുക്ക് കീ വെരിഫിക്കേഷൻ നമുക്ക് ലാസ്റ്റ് നടത്താം. ഇനി ഇതിലെ കോൺസ്റ്റന്റ് നമ്പർ മാത്രം 10 × 2³ എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. അറിയാത്തവർ എഴുതിക്കോ, 8 ആണ്. ഇൻറ്റു 9 സിംപ്ലിഫൈ, കാൽക്കുലേറ്ററിൽ നിങ്ങൾ സിംപ്ലിഫൈ. സോ 720 പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ 4 കഴിഞ്ഞാൽ പിന്നെ 3 വരുള്ളൂ ഓൾട്ടർനേറ്റീവ് ആയിട്ട്. പ്ലസ് അടുത്തത് കോൺസ്റ്റന്റ് 10 × 2². 10 × 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 27. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കോൺസ്റ്റന്റ് നമ്പർ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് 10 × 4 × 27 മൾട്ടിപ്ലൈ ചെയ്ത് 720 കഴിഞ്ഞാൽ 1080 വരുന്നത്. ഓക്കെ, 1080. X³ കഴിഞ്ഞാൽ പിന്നെ എന്താ വരുള്ളൂ? X² വരുള്ളൂ. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്തത് 27 ഒക്കെ മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത X² കഴിഞ്ഞു. ഈ നമ്പർ മൾട്ടിപ്ലൈ 5 × 2⁻1 എന്ന് പറഞ്ഞാൽ 2 അല്ലെ. 5 × 2 10 × 81 810 അല്ലേ. 810 ഒരു X⁻1 എന്ന് പറഞ്ഞാൽ X. സോ ഫൈനലി 1 × 1 × 243 എത്രയാടാ? 243.
സോ 240 ഇതാണ് നമ്മളെ ആൻസർ. നിങ്ങളിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ എക്സ്പാൻഷനിൽ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് മോഡലിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ആൻസർ? നിങ്ങൾ നോക്കിയേ, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാണ്ടാണ്, കോൺസ്റ്റന്റ് മാത്രമായിട്ട് നിൽക്കുന്ന ഏതാ 240. ദാറ്റ് ഇസ് ദ ആൻസർ. 243 ഇസ് ദ ആൻസർ കേട്ടോ. അത് നമുക്ക് ഓൾറെഡി മോഡലിന് വന്നിരുന്നു, പക്ഷേ ഇനി വരാൻ ചാൻസ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നു കേട്ടോ. സോ ദിസ് ഈസ് ദ കീ. ഈ കീ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യുക. കറക്റ്റ് ആൻസർ ആണ്, വെരിഫൈഡ് ആൻസർ ആണ്, നിങ്ങൾ അടിപൊളിയിൽ വർക്ക് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഇതിൽ ഡിഫിക്കൽട്ടി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഡിഫിക്കൽട്ടി എന്നല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതേപോലെ തന്നെ എക്സ്പാൻഡ് x² + 2/x ⁴ ഇതാണ് സാധാരണ രീതിയിലൊക്കെ നമുക്ക് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എല്ലാവരും എഴുതിക്കോ, ഒരുമിച്ച് ഫോളോ അപ്പ് ചെയ്തോ. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ a + b ⁴ അല്ലേ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. a + b ⁴ ഫോർമുല എല്ലാവരും എന്ന് പറഞ്ഞേ എന്താണ്? NC0 പറ a⁻n + NC1. സാറേ ഇവിടെ b⁻0 എഴുതണം നിർബന്ധമല്ല അല്ലേ, ഇവിടെ b⁻0 വേണമെങ്കിൽ എഴുതിയാൽ മതി. സോ NC1 പിന്നെ a⁻n-1 പിന്നെ ആര് സ്റ്റാർട്ട് ആവും? b⁴1 + NC2. സാറേ ഇത് കുറേ എഴുതണം, വേണ്ട, നിങ്ങൾക്ക് ഒരെണ്ണം വരെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടെ എഴുതുന്നുണ്ട്. NC2 × a⁻n-2 × b². ഇപ്പോഴും b² വരെ എഴുതിയാൽ മതി, എക്സെട്ര. ഫൈനലി NCn × b⁻n. നേരത്തെ എഴുതിയ അതേപോലെ തന്നെ സെയിം ഫോർമുല എഴുതുക. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ a = എത്രയാടാ? x² അല്ലേ. നിങ്ങൾ പറ, a എന്ന് പറഞ്ഞാൽ x² അല്ലേ. അതുപോലെ b എന്ന് പറഞ്ഞാൽ എന്താണ്? 2/x ആണ്. അതുപോലെ n = എത്രയാണ്? 4 ആണ്. അപ്പോൾ 5 തവണയാണ് ഉണ്ടാവുക. അപ്പോൾ 4 വന്നാൽ 5 തവണ ഉണ്ടാവുക. സിമ്പിൾ പ്രോബ്ലം ആണ്. ഓക്കെ, സോ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ NC0 അല്ലെ, നമ്മൾ ഫോർമുലയോട്ട് അപ്ലൈ ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ, x² + 2/x ⁴ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഇങ്ങനെ എഴുതണം എന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ എഴുതാമെന്ന് മാത്രം. അങ്ങനെ മാൻഡേറ്ററി ഒന്നല്ല, ഇവിടെ ഞാൻ എഴുതിയില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, സോ n എത്രയാണ്? 4C0. a⁻n a കൃത്യമായിട്ട് കൊടുക്കണേ, x² n എത്രയാണ്? 4. അപ്പോൾ കൃത്യം കൊടുക്കാം. ഓക്കെ, പ്ലസ് NC1 ദാറ്റ് ഈസ് 4C1. a⁻n-1 എത്രയാടാ? x² ആണ് a, n-1 എന്ന് പറഞ്ഞാൽ 4 - 1. പിന്നെ b സ്റ്റാർട്ടായി അല്ലേ, b സ്റ്റാർട്ടായി ഇൻറ്റു b എത്രയാണ്? 2/x. ചില ആളുകളുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ, അടിയാണ്, ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. 2/x എഴുതുമ്പോൾ അങ്ങനെ എഴുതണം, 2/x. ഇങ്ങനെ നിവർത്തിയിട്ട് തന്നെ എഴുതണം കേട്ടോ. ബൈയൊക്കെ അതൊക്കെ ചെറിയ കീ പോയിന്റുകളാണ് കേട്ടോ, നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കീ പോയിന്റുകളാണ്. സോ പ്ലസ് ഇനി 4C1 കഴിഞ്ഞു 4C2 × x² 4 - 2 × 2b² ആണ് അല്ലേ. 2/x എന്ത് വരും? ⁻² ഇങ്ങനെ വരും. ഇനി 4C3 രണ്ടെണ്ണം കൂടെ ഉള്ളൂ അല്ലേ. 4C3 എന്ത് വരും? x² 4 - 3 × 2/x ⁻³ സോ ഫൈനലി 4 അല്ലേ. 4C4 എത്തുമ്പോൾ നിൽക്കും അല്ലേ. b⁻n അല്ലേ, ഇതും കൂടെ എഴുതിക്കോ, x⁻4 - 4 × b⁻n എന്ന് പറഞ്ഞാൽ b⁻4. അപ്പോൾ എപ്പോഴാണ് ഇതിങ്ങനെ ഫ്ലോ നിർത്തുക? ഒരേപോലെ വന്ന NCn 4C4 ഒരേപോലെ NCn 4C4 എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്യാം. അവിടെ വെച്ച് നമ്മൾ നിർത്തുക. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, നോർമലായിട്ട് സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. സിംപ്ലിഫൈ ചെയ്തോ. 4C01 ആണ് അല്ലെ, NC01 ആണ്. നമ്മൾ മുന്നേ പറഞ്ഞതിൻ്റെ ഡീറ്റെയിലോട്ട് പോകണ്ട. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോ എടാ, ഇത് ജനറലി നമ്മൾ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കും. a⁻b⁻n എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ mn a⁻m × n എന്ന് പറഞ്ഞാൽ എന്താടാ? ഈ m ഗുണിക്കണം, mn ആവും. അപ്പോൾ ഈ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 × 4 ഗുണിച്ചെഴുതുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 2 × 4 x⁻ എത്ര വരുവാടാ? 8 കിട്ടും. പ്ലസ് 4C1 എന്താ? 4C1 4 തന്നെ കേട്ടോ. കാൽക്കുലേറ്ററിലാണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ അത് എഴുതുക. അല്ലെങ്കിൽ ഫോർമുലയിൽ 4 ഓൺലി 4C1 എന്ന് പറഞ്ഞാൽ 4 × ഇനി 4 - 1 അതൊക്കെ ഒന്ന് എല്ലാവരും എഴുതി വെച്ചാൽ 3 ആണ്. അതുപോലെ 4 - 2 2 ആണ്. 4 - 1 1 ആണ്. അതുപോലെ 0 ആണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് അവിടെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഒരു പെൻസിൽ കൊണ്ട് എഴുതി വെച്ചാലും മതി. ഇപ്പോൾ 4C1 4 അല്ലേ. അപ്പോൾ 2 × 3 എത്രയാടാ? x⁻6 × 2/x പ്ലസ് ഇനി 4C2 എങ്ങനെ കാണാം? 4 × 3/1 × 2 ഇങ്ങനെ ചെയ്താലും മതി. 1 × 2 2 4 അല്ലേ. 3 × 2 6. അതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ആണ്, വേണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്തോ. അതുപോലെ 2 × 2 x⁻4. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 2/x
ഓൾ റേസ് ടു 2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ സ്റ്റെപ്പിൽ തന്നെ എഴുതിക്കോ. എ ബൈ ബി ഹോൾ സ്ക്വയർ ഞാനിവിടെ കാണിക്കാം. എ ബൈ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താടാ? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ആണ്. രണ്ടാൾക്കും ഈ സ്ക്വയർ ബാധകമാണ് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണടാ? പറ. ഇൻറ്റു 2 സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് കേട്ടോ. അതുവരെ നമ്മൾ നേരത്തെ എഴുതിയ സ്റ്റെപ്പാണ്. മിക്സ് ആവില്ലേ? ഓക്കെ. ഇനി 4c3 എന്താടാ? 4 × 3 × 2 ബൈ 1 × 2 × 3 അല്ലേ? അപ്പോൾ 2, 3 ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 4 തന്നെ വരും അല്ലേ? സോ 4c3 4. ഇനി 2 × 1 2 അല്ലേ? 2 × 1 2. 2 ക്യൂബ് ബൈ എക്സ് ക്യൂബ്. സോ പ്ലസ് ഫൈനൽ 4c4 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ് അല്ലേ? 4c4 1 തന്നെയാണ്. അതുപോലെ 2 × എനിത്തിങ് പവർ 2 × 0. ഇവിടെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. 2 × 0 ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 2 × 0 എന്താ പറയുക? എക്സ് പവർ 0 എത്രയാണ്? എനിത്തിങ് പവർ 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫാസ്റ്റ് ആയിട്ട് 1 എന്ന് കൊടുത്താൽ മതി. ബി റേസ് ടു 4. സാറ് ബി എന്ന് എഴുതിയിട്ടില്ല അല്ലേ? കണ്ടാ നമുക്ക് വേഗം മനസ്സിലാവും. ബി ഓൾറെഡി ബി എത്രയാണ്? 2/x ഓൾ റേസ് ടു 4 കേട്ടോ. 2/x ഓൾ റേസ് ടു 4. അവിടെ വന്ന് നമുക്ക് അറിയാൻ പറ്റും. ബി നമ്മൾ സിംപ്ലിഫിക്കേഷൻ സമയത്ത് നമ്മൾ എഴുതിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആക്കാം. ബി റേസ് ടു 4 കേട്ടോ. ഇവിടെ ബി റേസ് ടു 4 ആണ്. ബി അല്ല, 2/x ഓൾ റേസ് ടു 4 ആണ് കേട്ടോ. അത് കറക്റ്റ് ആക്കണേ. ഓക്കെ. സോ സിംപ്ലിഫിക്കേഷൻ്റെ അവസാനം 1 × x റേസ് ടു 8. ഫൈനൽ ആൻസർ x റേസ് ടു വേറെ കളറിൽ ഉപയോഗിക്കും അല്ലേ? ഫൈനൽ കീ ആണ് എഴുതാൻ പോകുന്നത്. ഓക്കെ. 1 × x റേസ് ടു 8 x റേസ് ടു 8. ഓക്കെ. ഇനി പ്ലസ് 4 × 2 8. ഒരു എക്സും 6 എക്സും അടിയിലൊരു എക്സ് മേളിൽ 6. അപ്പോൾ എന്ത് വരും? 8x റേസ് ടു 5 പ്ലസ് ഈ കേസിൽ 2a സ്ക്വയർ എത്രയാണ് പറഞ്ഞോ? 2a സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4 × 6 i4 6 24. ഇവിടെ എക്സ് സ്ക്വയർ 2 എക്സ് റേസ് ടു 4 4 ഉണ്ട്. അപ്പോൾ 4 2 പോയി എന്ത് വരിക? മേളിലാണ് കുറവ് വരിക അല്ലേ? എക്സ് സ്ക്വയർ അടിയിലല്ലേ എണ്ണം കുറവ്, മേളിലല്ലേ? അപ്പോൾ മേളിലല്ലേ ആൻസർ വരണ്ടേ? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്ലസ് 2 ക്യൂബ്. വാട്ട് ഈസ് 2 ക്യൂബ്? 8 ആണ് അല്ലേ? 8 × 4 1 8 8 16 16 16 20 32 അല്ലേ? 32. ഇവിടെ എക്സ് സ്ക്വയർ ഇവിടെ എണ്ണം കൂടുതൽ, അടിയിൽ എണ്ണം കൂടുതൽ. അപ്പൊ 32/, ആണ് എന്ത് വരിക? 32/, ആണ് എന്ത് മക്കളെ വരിക? എക്സ് വരിക. ചെക്ക് ചെയ്യ്. 32/x കറക്റ്റ് അല്ലേ? ഇനി അതേപോലെ തന്നെ 2 റേസ് ടു 4. ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണിക്കാം. 2 റേസ് ടു 4/x റേസ് ടു 4. 2 റേസ് ടു 4 എത്രയാടാ? 16. അപ്പൊ 16/, എന്ത് വരുടാ? പ്ലസ് 16/x റേസ് ടു 4. ഇറ്റ്സ് എ ഫൈനൽ കീ. ഓക്കെ. ഡൗട്ട് ഉണ്ടോ നോക്കി എവിടെയെങ്കിലും? ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മേളിലാണ് 2, അടിയിൽ 3 ആണ്. അപ്പോൾ മേളിൽ 2 അടിയിൽ 3 പറഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബും വെട്ടിയാൽ എന്താ വരിക? അടിയിലാണ് എക്സ് വരിക ഡിനോമിനേറ്റർ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ 2 റേസ് ടു 4/x റേസ് ടു 4 ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. x റേസ് ടു 4 അതാണ് ഇവിടെ ലാസ്റ്റ് സ്റ്റെപ്പ്. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 16/x. ഇത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഏത് വന്നാലും ചെയ്യുന്നല്ലേ, ക്വസ്റ്റ്യൻ ഒന്നുമല്ല. സ്ക്രീൻഷോട്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സാറേ എക്സാമിന് മൈനസ് വരാൻ സാധ്യതയില്ല. മൈനസ് വരാം. പക്ഷെ മൈനസ് വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മൈനസും പ്ലസും ഒക്കെ ആക്ച്വലി ഏറെക്കുറെ സെയിം തന്നെയാണ്. മൈനസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ചെയ്യുന്ന ഫംഗ്ഷനിൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മൈനസിൻ്റെ പറഞ്ഞു കേട്ടോ. ഇത് ചില ആളുകൾ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ സാറേ മൈനസ് വന്നിട്ട് വേണ്ട നിൽക്ക്, നമ്മൾ a+b ഓൾ റേസ് ടു n ഇത് ആദ്യം എഴുതാം. എന്താ ഫോർമുല? ഈ മൈനസിന് വേണ്ടി സെപ്പറേറ്റ് സമയം ഒന്നും കളിക്കണ്ട. NC0 a റേസ് ടു n b ഇല്ല അല്ലേ? പ്ലസ് NC1 a റേസ് ടു n-1 b പവർ 1 പ്ലസ് പറടാ NC2 a റേസ് ടു n-2 b സ്ക്വയർ പ്ലസ് എക്സെട്ര NCn b റേസ് ടു n. ഇതാണല്ലോ നമ്മളെ ഇക്വേഷൻ. നിങ്ങൾ സപ്പോസ് ഇവിടെ എക്സാമിന് പ്ലസിന് പകരം മൈനസ് വന്നാൽ പ്ലസ് എഴുതി വെച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആകെ എന്ത് ചെയ്യേണ്ടത്? തുടങ്ങുമ്പോൾ പ്ലസ്, ഇവിടെ പോസിറ്റീവ്, പിന്നെ എന്ത് വരും? മൈനസ് വരും. സിമ്പിൾ മാത്രമേ മാറുന്നുള്ളൂ. ഞാൻ വേറെ കളറിൽ തന്നെ കൊടുക്കാം. മൈനസ് പിന്നെ പ്ലസ് പിന്നെ ആര് വരും? പിന്നെ മൈനസ്. ഇവിടെ എന്ത് വരുന്ന അനുസരിച്ചാൽ ഈ എന്നിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് ജനറലി ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതുന്നത്. അത് നമ്മൾ നോക്കണ്ട. അപ്പം നിങ്ങളിത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം പ്ലസ് പിന്നെ മൈനസ്, പിന്നെ പ്ലസ് പിന്നെ മൈനസ്, പിന്നെ പ്ലസ് പിന്നെ മൈനസ്. അത്രയൊന്നും എണ്ണം പോകില്ല, കാരണം എന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്തിൽ എന്താ വരിക എന്നുള്ളത് പ്രവചിക്കാൻ ഇപ്പോൾ സാധ്യമില്ല. ഈവൺ ആണെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ ഈവൺ അനുസരിച്ചിരിക്കും. അത് നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ തുടക്കം നോക്കിയാൽ മതി. അപ്പോൾ സാർ ഇതിൻ്റെ ഫോർമുല എഴുതുമ്പോൾ ജനറലി പ്ലസ് ഓർ മൈനസ് എന്നാണ് എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതല്ലാണ്ട് നേരത്തെ ചെയ്ത സെയിം വേല തന്നെ ചെയ്യുന്നത്. സൈനുകളൊന്നും ആൾട്ടർനേഷൻ മാറും. നേരത്തെ ചെയ്ത അതേ സെയിം ആൻസറിനായിരിക്കും. ഫസ്റ്റ് പ്ലസ് പിന്നെ മൈനസ്, പിന്നെ പ്ലസ് മൈനസ്. ആ ഒരു പ്ലസ് മൈനസിൽ മാറ്റം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചെയ്യുന്ന റിസ്ക് ഒക്കെ സെയിം ആണ്. ഓക്കെ.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എ എന്താ ഇനീഷ്യലി എ എന്താ ഇ എന്ന് പറഞ്ഞാൽ എക്സ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് അല്ല കേട്ടോ, ബി എന്ന് പറഞ്ഞാൽ സിംപ്ലി 1/x മാത്രമേ ഉള്ളൂ കേട്ടോ, 1/x. n എത്രയാണ് 4 ആണ്. അത് ജസ്റ്റ് ജനറൽ നോട്ട് ചെയ്യാം. ചില ആളുകളുണ്ട് ബി -1/x എന്ന് എഴുതണ്ട, കാരണം ഇത് എ മൈനസ് ബിയിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കേട്ടാ. സോ ബി എന്ന് പറഞ്ഞാൽ 1/x. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പറഞ്ഞു വൈറ്റിൽ ചെയ്യാം. പറയടാ n4 അല്ലേ, സിമ്പിൾ 5 വരെ പോയാൽ മതി, സമാധാനം. 4c0 എ എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ, x⁴ അല്ലേ, x⁴n അല്ലേ, ഓക്കെ വെരി ഗുഡ്. 4c1 പറ 4c1 എ എന്ന് പറഞ്ഞാൽ എക്സ്, x⁴n - 1 4 - 1 ഇൻറ്റു ബി 1/x പ്ലസ്, ഇപ്പോൾ പ്ലസ് എഴുതി മൈനസ് എഴുതി അല്ലേ, ആദ്യം തുടങ്ങുമ്പോൾ പ്ലസ് പിന്നെ മൈനസ്, ഇനി പ്ലസ്, ഓക്കെ പ്ലസ് പറ 4c2 എ എന്ന് പറഞ്ഞാൽ x⁴ 4 - 2 ഇൻറ്റു ബി 1/x ഹോൾ സ്ക്വയർ. ഇപ്പോൾ പ്ലസ് എഴുതി, ഇനി എന്താ എഴുതേണ്ടത് മൈനസ്, ഇത് ഓർഡറൊക്കെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് കേട്ടോ. ഇനി തെറ്റുമ്പോൾ നമ്മൾ അവസാനം നോക്കിയാലും മതി, ഇതൊന്ന് എഴുതി പോയിട്ടേ പിന്നെ തോന്നുന്നു സെറ്റ് ആയിട്ടാൽ മതി, പ്ലസ് മൈനസ് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പ്ലസ് മൈനസ് 4c2 അല്ലേ, നെക്സ്റ്റ് എന്ത് വരും 4c3 പറ x × 4 - 3 ഇൻറ്റു 1/x ഹോൾ ക്യൂബ്. സോ മൈനസ് കഴിഞ്ഞ് ഞാൻ തരാം പ്ലസ്, സോ ഫൈനൽ അല്ലേ 4c4 x⁴ 4 - 4 ഇൻറ്റു 1/x ഹോൾ റേസ്റ്റ് 4. പരിപാടി കഴിഞ്ഞു, അങ്ങനെ NCNലെത്തി, ഒക്കെ എല്ലാവർക്കും ചെയ്യാം. 4c0 1 അല്ലേ, 1 ഇൻറ്റു x⁴ മൈനസ് 4c1 4 അല്ലേ ഇൻറ്റു x⁴ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തോ കേട്ടോ, x³ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ കേട്ടോ, പ്ലസ് 4c2 4 × 4 എന്താ 4 × 3 × 1 × 2. സാർ കാൽക്കുലേറ്റർ ഒന്നുമില്ല, സോ 2 × 3 6 × x². പിന്നെ 1/x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1² ഈ 1² എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ, അപ്പം നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ഇവിടെ, 1/x² എന്ന് എഴുതിയാൽ മതി. സോ മൈനസ് 4c3 എന്താ 4 × 3 × 2, സോ 1 × 2 × 3 4 ആണ് വരട്ടെ 4. ഇപ്പോൾ x⁴ 1 അല്ലേ, 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1/x³ 1³ ഉണ്ട് കേട്ടോ, 1³ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ലേ. 4c4 1 ആടാ, എനിത്തിങ് പവർ 0 അല്ലേ, 1x⁴. സോ ആൻസർ കഴിഞ്ഞു, അടുത്ത സ്റ്റെപ്പോട് കൂടെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ഒരേപോലത്തെ ആൾക്കാരെ വെട്ടുക, മുകളിൽ എന്താണ് നോക്കേ, ഇവിടെ എക്സിൻ്റെ ക്യൂബിക്കിൽ x² പോയി, ഇപ്പോൾ സമാധാനം. ഒരു എക്സും ക്യൂബ് അടിയിൽ 2 വരും അല്ലേ, ഇത് ഓൾറെഡി അറിയാം എനിത്തിങ് പവർ 0 1 ആണെന്നുള്ളത്. സോ ഫൈനൽ ആൻസർ ഫൈനൽ കീ 1 × x⁴ മൈനസ് ഗുണിക്കാൻ 1 ആണ്, -4 × 1 എന്താ -4x² ആയല്ലേ, -4x² പ്ലസ് പറ 6 × 1 ഇത് ഇൻറ്റു ആണ്, നേരാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 6 x² ഒക്കെ പോയി, മൈനസ് 4 × 1 4 ഡിവിഷൻ, മുകളിലാണ് x, താഴെ 3 എണ്ണം, അപ്പോൾ മുകളിൽ ഇനി 2 എണ്ണം, അടിയിലെ 2 എണ്ണം ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണേ. x⁴ എനിത്തിങ് പവർ 0 1 അല്ലേ, എനിത്തിങ് പവർ 0 1 അല്ലേ. സോ 1 × 1 എന്തെന്നെ വരിക 1/x⁴ അല്ലേ. ഇവിടെ ആക്ച്വലി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ് കേട്ടോ ആൻസർ. ആ സെൻറ്ററിൽ വരുന്ന 6 ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. മോഡൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്, സോ അതൊന്നും ഇപ്പോൾ വന്നോളെന്നോ അങ്ങനെയൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ആൻസർ 6 ആണ് ആൻസർ കേട്ടോ. പക്ഷേ ആ മോഡൽ ഇനി വന്നോളന്നില്ല കേട്ടോ. സോ കീ ഒന്ന് സാർ വെരിഫൈ ചെയ്യാം. x⁴ -4x² + 6 -4/x² + 1/x². കറക്റ്റ് കീ ആണ്, ഒരു ഡൗട്ടും ഇല്ല, എക്സാക്ട്ലി കീ ആണ് കേട്ടോ. ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്തതാണ്. ഓക്കെ മക്കളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. മക്കളെ, എക്സാമിന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ വർഷം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഡിഫിക്കൽട്ടി ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ എക്സസൈസിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കി ഞാൻ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കാം. നോക്കിയൊക്കെ ഇതാ, ഒന്ന് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇത് 2 സെയിം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ സെയിം ആണ്. ഈ വാല്യൂ മാറുന്നുള്ളൂ. ഈ വാല്യൂ നമുക്ക് മാറുന്ന വിഷയമല്ല, അത് നമുക്ക് ജസ്റ്റ് അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ A+B ഹോൾ റേസ് പോകുന്നത്, പക്ഷേ 2 സെയിം തന്നെയാണ്. ഒന്ന് എക്സും വൈയും, ഒന്ന് എയും ബി ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ വരുന്ന എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അതവിടെ നിൽക്കട്ടെ, അതിന് മുന്നേ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിലോട്ട് കിടക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുക, അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹൈലൈറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള ടഫ് ഒന്നല്ല, സിമ്പിൾ തന്നെയാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഹൈലൈറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് എക്സാമിന് വന്നാലാണ് കുട്ടികൾ ടഫ് ആണെന്നൊക്കെ വിളിച്ച് പറയാം. പക്ഷേ മിക്കവാറും ആ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക, കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇത് കഴിഞ്ഞ ശൈലിക്ക് വരാം കേട്ടോ. അതാണ് മർമ്മം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മർമ്മം അതാണ്. സോ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ലാർജർ 1.01 ഹോൾ റേസ് ടു 1 ലക്ഷം. 1 ലക്ഷം എന്നാണ് കേട്ടോ, 1 ലക്ഷം കേട്ടോ.
ഒറ്റ 10 100 1000 10000 1 ലക്ഷം കേട്ടോ. ഓക്കെ 5 പൂജ്യം ഉണ്ടാവും, 2 കറക്റ്റ് തന്നെ 5 പൂജ്യം. ഓക്കെ 1 ലക്ഷം. അപ്പോൾ 1.01 1 ലക്ഷമാണോ വലുത് അതല്ല 10,000 ആണോ വലുത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സിംപ്ലി നമ്മൾ ആലോചിക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ സീൻ എന്താ വെച്ചാൽ 1ന്റെ പവറിൽ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻസർ? 1. എന്നാലോചിച്ചോക്കെ 1 പവർ ഇത് കോമൺ സെൻസ് മാത്സ് ആണ് കേട്ടോ. സോ 1ന്റെ പവറിൽ 1 ലക്ഷം ഇട്ടാലും ആൻസർ എത്രയാണ്? 1. അപ്പോൾ 1ന്റെ പവറിൽ എത്ര ഇട്ടാലും ആൻസർ എത്രയാണ്? 1 ആണ്. പക്ഷേ ഇവിടെ 1ന്റെ പുറത്തല്ല ഇട്ടിട്ടുള്ളത്, 1 പോയിന്റ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു 0.1 അതിൻ്റെ പവറിൽ 1 ലക്ഷമാണ്. അതായത് ഈ പവറിന് ഭയങ്കര പ്രശ്നമുണ്ട്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൾട്ടിപ്പിൾ ആവും. ഇപ്പോൾ 1.01 ഓൾ റേസ് ടു 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ കോടി മില്യൺസിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ വാല്യൂ എന്താ പറയുക LR ചെയ്യും. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിലും നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഒരു നമ്പർ ഇല്ലേ, കോടി അങ്ങനത്തെ ഒരു വാല്യൂ ആണ് ആക്ച്വലി എന്ത് 1.01 ഓൾ റേസ് ടു 1 lakh. അതേസമയം 1 റേസ് ടു 1 lakh എന്ന് പറഞ്ഞാൽ സിംപ്ലി 1. അപ്പോൾ 1 10,000 ആണോ വലുതെന്ന് വെച്ചാൽ 1 വലുത്. പക്ഷേ 1.01 ഓൾ പവർ 1 lakh ഓർ 10,000 എന്ന് ചോദിച്ചാൽ ആരാണ് വലുത്? 1.01 ഓൾ റേസ് ടു 1 lakh ആണ്. പക്ഷേ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് ഞാൻ കോമൺ സെൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇത് കോമൺ സെൻസ് വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ബൈനോമിയലിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം ഇത് പ്രീവിയസ് ഇയറിന് എക്സാമിന് തോന്നുക. ഇവിടെ എവിടെയെങ്കിലും ബൈനോമിയൽ ഉണ്ടോ? സി ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഇത് ബൈനോമിയൽ തിയറത്തുന്നുള്ളതുണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ എക്സ്പാൻഡ് എന്നുള്ള വീട് ഉണ്ടാവും. നമ്മൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനൊക്കെ എക്സ്പാൻഡ് എന്ന് കാണാം. ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെയല്ല. എക്സ്പാൻഡ് A+B ഓൾ റേസ് ടു ലൈൻ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു ലെറ്റർ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് എക്സ്പാൻഡ് എന്നുള്ളത്? ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ചെയ്തല്ലോ. എങ്ങനെ? ഒന്നുമില്ല, ഹിന്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 10,000 ഒന്നും ചെയ്യാനില്ല. 10,000 ഈസ് എ ലിക്വിഡ് എമൗണ്ട്. 10,000 എന്ന് പറയുന്ന ഒരു ലിക്വിഡ് എമൗണ്ടാണ്. അത് നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നമുക്ക് 1.01 ഓൾ റേസ് ടു 1 ലക്ഷമാണ് എന്ന് വലുതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടത് യൂസിങ് ബൈനോമിയൽ തിയറം. ക്വസ്റ്റ്യനിൽ ബൈനോമിയൽ തിയറം വന്നിട്ടില്ല, പക്ഷെ നമ്മൾ ബൈനോമിയൽ തിയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ബൈനോമിയൽ തിയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് A+B ഓൾ റേസ് ടു n ആണ് അല്ലേ? സോ ഒന്ന് പറഞ്ഞ എല്ലാവരും ഇവിടെ ഇത് തന്നെ എഴുതണം കേട്ടോ. NC0 A റേസ് ടു n, B വരില്ല, സോറി, പ്ലസ് അല്ലേ, NC1 A റേസ് ടു n-1 സാർ B പവർ 1. സാർ ഇവിടെ ഇത് തന്നെ ചെയ്യുന്നത്. അതാ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് സിമ്പിളായിട്ടത്. ചില ആളുകൾ സാറേ മുകളിൽ 1 ലക്ഷമാണ് സാറേ, 4 വന്ന 5 തവണ എഴുതുമ്പോഴത്തേന് ഞാൻ ക്ഷീണിക്കുന്നു, 6 തവണ വന്നാൽ 7 തവണ എഴുതുമ്പോഴത്തേന് ഞാൻ ക്ഷീണിക്കുന്നു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ. സാറേ ഇത് 1 ലക്ഷം വന്നത്, സാറ് 1,01,000 വരെ എഴുതാൻ പോവുക. 1,01,000 എഴുതണം എന്നുണ്ടെങ്കിൽ 1 വരെ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കേരളത്തിലെ മുഴുവൻ കടലാസുകൾ എടുത്തിട്ട് എഴുതിയാൽ പോലും എത്തൂല. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ എഴുതുന്നില്ല. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഷൻ തുടങ്ങുമ്പോഴേ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ 10,000 കടക്കും. 10,000 കടന്നാൽ അവരോടുകൂടി നമ്മൾ പറയുകയാണെന്ത് ഇത് വലുതാണെന്ന് പറയണം കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അത്രയും എക്സ്പാൻഡ് ചെയ്യണ്ട, ഒരു 2 തവണ എക്സ്പാൻഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബൈനോമിയൽ തിയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ഇത് ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഇസ് എ സ്കിൽ. ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ് വന്നെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ്സ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത് ബൈനോമിയൽ തിയർ ആണ് കേട്ടോ. ഓക്കെ, NC2 A റേസ് ടു B² അല്ലേ, പിന്നെ ബ്ലാ 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 NCn B റേസ് ടു n. ഓക്കെ, സോ 1 + 0 എങ്ങനെ എഴുതാം? 1 + നിങ്ങൾ ഇങ്ങനെ എഴുതിയതിട്ടാ 1 + 0.01 തന്നെ എഴുതണം. മനസ്സിലായോ? അതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. 1.01 എന്ന് പറഞ്ഞാൽ അത് പിരിച്ചെഴുതുമ്പോൾ 1 + 0.1 ഇങ്ങനെ ഒന്നും എഴുതരുത് കേട്ടോ. സർ റോങ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. 1.0.01 ഇത് ക്ലിയർ അല്ലേടാ? 0.01 0.1 ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. 0.1 എന്ന് പറഞ്ഞാൽ 0.10 ആണ്. ഇത് 0.01 അതിനെക്കാട്ടി ചെറുതാണ്. ഇതിനെക്കാട്ടി ചെറുതാണ് ഇത്. ലെസ് ഇതാണ് വലുത്, ഇത് ചെറുതാണ്, വളരെ മൈന്യൂട്ടാണ്. കാരണം 0.01 ആണ്. നോക്കി വന്നതിൽ നമുക്ക് 0.01 എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ, നമ്മൾ എഴുതാം കേട്ടോ. 1 + 0.01 ചെറിയ മിസ്റ്റേക്കാണ്, അതൊക്കെ വരുത്തുക. 10 100 1000 10,000 ലക്ഷം 2 4 5 0 കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇനി എന്നെ എഴുതാണ്ടല്ലോ. അപ്പോൾ 5 0 എന്ന് പഠിച്ചു. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 0. അപ്പോൾ നമ്മൾ 5 0 എണ്ണിയാൽ മതി. അല്ല 10 100 എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾ ഒരു ടെൻഷൻ അടിക്കേണ്ടി വരും. അതൊന്നും വേണ്ട. അപ്പോൾ 5 0 ഇടാം. സോ ഫസ്റ്റ് എന്താ n എത്രയാണ്? സോ ഐഡന്റിഫൈ ചെയ്യേ. A എന്താടാ? 1. ഐഡന്റിഫൈ B = 0.01 കേട്ടോ. ഐഡന്റിഫൈ n 1 lakh. സോ NC0. സോ 10 100 1000 10,000 ലക്ഷം അല്ലേ. 2 4 5 അത് എഴുതിക്കൂട്. ഇപ്പോൾ ഒരു 0 ഒക്കെ പോയാലും വലിയ പ്രശ്നം ഉണ്ടാക്കൂല.
അങ്ങനൊന്നുമില്ല. 1/n n എത്രയാണ്? ഓക്കെ 2 4 5 അല്ലേ, 2 4 5. സോ പ്ലസ് NCN 1 10 100 1000 10000 ലക്ഷം C1. സാറേ a⁻n - 1 എന്ന് പറഞ്ഞാൽ 1 അല്ലെ, 1/n - 1 10 ലക്ഷം -1. ഓക്കെ ബി സ്റ്റാർട്ടായി അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് കേസിൽ ബി സ്റ്റാർട്ടായി. ബി എത്രയാണ്? 0.01 പ്ലസ് സാർ എവിടെ വെച്ച് നിർത്തിയാൽ മതിയോ നോക്കാം. നമുക്ക് ഇനി അധികം കണ്ട് പോവാതെ തന്നെ ഇവിടെ വെച്ച് നിർത്തി നോക്കാം, അതിന്റെ ആൻസർ എത്തുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം. പറ 1,00,000 C0 കാൽക്കുലേറ്ററിലൊന്നും കൊടുക്കണ്ട, കാരണം NC0 1 ആ. അപ്പോൾ 1,00,000 C0 എന്ന് പറഞ്ഞാൽ 1 ആ. 1 × 1ന്റെ മുകളിൽ എത്ര ഇട്ടിട്ടും കാര്യമില്ല, ആൻസർ എത്രയാണ്? 1 ആ. പ്ലസ് ഇവിടെ നോക്കേ 1,00,000 CC1 എന്ന് പറഞ്ഞാൽ 1,00,000 ഒറ്റ 10 100 1000 10000 ലക്ഷം 1,00,000 ഇൻറ്റു 0.01. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം 1 × 1 പ്ലസ് 1,00,000 × 0.01 നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ 10,000 കിട്ടുക. എത്ര കിട്ടുക? 100 1000 10000. ഇപ്പം തന്നെ എത്രയായി? 10,001 ഇപ്പം തന്നെ എത്രയായി മക്കളെ? 10,001. ഇനി ഇത് വർക്ക് ചെയ്യണം, ഇനി ഇതിങ്ങനെ പോവും. ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യണ്ട, കാരണം ഇപ്പം തന്നെ ഇതെന്തായി? 10,001. അപ്പം നമുക്ക് പറയാം 10,001 ഗ്രേറ്റർ ദാൻ ആരാ വലുത്? 10,000 ആണോ 100 1000 10,000 ആണോ 10,001 ആണോ വലുത്? ഇതാ. ശരിക്കും ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് മാറിയപ്പോഴേക്കേ 10,001. മൂന്നാമത്തെ സ്റ്റെപ്പൊക്കെ മാറി കോടികളാവും. 4ാമത്തെ സ്റ്റെപ്പ് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇൻക്രെഡിബിളി ലാർജ് നമ്പറാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ വർക്ക് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് ആൻസർ ചെയ്താൽ സിംപ്ലിഫൈ ചെയ്തിട്ട് 10,000-നെക്കാട്ടിയും വലുതാണ് 10,001. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. 1,00,000 × 0.1 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. 10,000 + 1 10,001 കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? നിങ്ങൾ ചെയ്യൂല, ഇത് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. നമ്പർ ഓഫ് ടേം ഇതൊന്ന് നോക്കി നോക്കാം. എടാ നമ്പർ ഓഫ് ടേം ഇൻ ദി എക്സ്പാൻഷൻ. സിംപ്ലി ഇതൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്പർ ഓഫ് ടേം ഇൻ ദി എക്സ്പാൻഷൻ. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ സാർ ആദ്യത്തെ ക്വസ്റ്റ്യൻ സാർ അതായിരുന്നു, പക്ഷെ സാർ ചെയ്തില്ല. ഇതായി എടുക്കുന്നത് ദ നമ്പർ ഓഫ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരും മക്കളെ. ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. ചില ആളുകൾ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാതെ മനസ്സിലാക്കാണ്ട് ചുമ്മാ നേരം വെളുക്കാണ്ട് A+B n എന്ന് പറഞ്ഞിട്ട് പിടിക്കും. ഇത് ചില ആളുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി, ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അങ്ങോട്ട് ഓടൊരു ഓട്ടം. 3 മാർക്ക് മൊത്തം ഈ ചാപ്റ്റർ 3 മാർക്ക്. എക്സ്പാൻഷൻ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ് സാധാരണ. സിമ്പിൾ എക്സ്പാൻഷൻ ഒക്കെ പ്രീവിയസ് ഇയർ ഒക്കെ വന്നാൽ ചോദിക്കാം. 1 മാർക്കാണെങ്കിൽ മക്കളെ എപ്പോഴും മാർക്കൊന്ന് നോക്കണേ. 1 മാർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കണേ, എക്സ്പാൻഡ് ആവൂല ക്വസ്റ്റ്യൻ. 1 മാർക്കിന് എക്സ്പാൻഷൻ ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ 2 മാർക്കിനെ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ 3 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ തന്നെ നമ്പർ ഓഫ് ടേം എന്നാ ചോദിച്ചേ. നമ്പർ ഓഫ് ടേം ഇൻ ദി എക്സ്പാൻഷൻ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടേമാണ് ഉണ്ടാവുക? നമുക്കറിയാം 2n ആണെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനൊക്കെ ഉണ്ടാവും. 2n-നെക്കാട്ടി എന്ത് കൂടുതലായിരിക്കും? ഒരു 1 കൂടുതലായിരിക്കും. ഇതിപ്പോൾ 2n എന്ന് വന്ന കാരണം കൊണ്ടാണ് ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയറാണ്. അപ്പോൾ 5 ആണെങ്കിൽ 6 ആണ് ഉത്തരം. 2n ആണെങ്കിൽ 2n + 1 കേട്ടോ. ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷനിലുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ പൊന്നു മക്കളെ. എക്സ്പാൻഡ് എന്ന് വന്നാൽ മാത്രമാണ് നിങ്ങൾ പിടിച്ച് നേരം വെളുത്ത പോലെ എക്സ്പാൻഡ് ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അതാ ഈ ക്വസ്റ്റ്യൻ നോക്കേ. നമ്പർ ഓഫ് ടേം ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x² - 2x + 1 all raised to 20. ഇത് നിങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നത് അറിയോ? ഇത് വളരെ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്. 21 എന്ന് എഴുതി വെക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉത്തരം സർ റോങ്. അതെന്താ സാറേ റോങ് എന്ന് പറയാൻ കാരണം? സാറേ പവറിൽ 20 അല്ലേ സാർ? 20 + 1 21 അല്ലേ മക്കളെ? അതാണ് നിങ്ങൾ പറഞ്ഞ പോലെ പവർ 20 ആണെങ്കിൽ 21 ആണ്. അത് എപ്പോ? A+B all raised to n പാറ്റേണിൽ ഉണ്ടാവുമ്പോൾ മാത്രം. ഫോർ എക്സാമ്പിൾ x + എന്താ പറയുക 5x all raised to 6 ഇങ്ങനെ വരികയാണെങ്കിൽ 6 ആണെങ്കിൽ ആൻസർ നിങ്ങൾ 7 എന്ന് വിളിച്ചോ. ഇത് ഏത് പാറ്റേണിലാണ് എടുക്കുന്നത്? A+B all raised to n പാറ്റേൺ ആണ്. A+B all raised to n പാറ്റേൺ ആണെങ്കിൽ ആൻസർ ഈസ് ഗുഡ്. ആൻസർ ഈസ് 7. 6 ആണെങ്കിൽ 7. ഓക്കെ 20 ആണെങ്കിൽ 21. പക്ഷേ ഇത് A+B all raised to n പാറ്റേണിലാണോ? നിങ്ങൾ സ്വയം ചിന്തിക്കേ. അല്ല, ഇതൊരു സെക്കൻഡ് ഡിഗ്രിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഡിഗ്രീനെ മാറ്റി ഒരു A+B all raised to n പാറ്റേൺ ആക്കണം. ഐദർ A+B all raised to n അല്ലെങ്കിൽ A-B all raised to n ഏതാക്കിയാലും കുഴപ്പമില്ല. A+B all raised to n ഓ A-B all raised to n. കാരണം ഇത് A-B all raised to n മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏതിലോട്ടും ആക്കാം? A+ or മൈനസ് ഞാൻ അവിടെ കാണിക്കാം. അപ്പോൾ ഈ പാറ്റേണിലോട്ട് ആക്കിയാൽ മാത്രമാണ് n ആണെങ്കിൽ n+1 എന്ന് പറയാം. ഇവിടെ എങ്ങനെ വരും അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ചുമ്മാ അതൊക്കെ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പറയാ അയ്യോ എൻ്റെ ഉത്തരം തെറ്റി. അപ്പോൾ അത് വേണ്ട. സോ പറ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആണല്ലോ. ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ആ ഉള്ളിലുള്ള സെക്കൻഡ് ഡിഗ്രീനെ ഞാൻ പുറത്തേക്ക് വെച്ചു അല്ലേ. നമ്മളിത് എങ്ങനെ ചെയ്യാം? ഇത് സിമ്പിൾ ടെക്നിക്ക് ഇത്രേ ഉള്ളൂ. എക്സിൻ്റെ കൂടെയുള്ള കോഫിഷ്യൻ്റ് ഏതാ? പറ. എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഏതാ? -2 ആണ്. അതിൻ്റെ പകുതി സാറേ, അതിൻ്റെ പകുതി സാറേ -2. പറ. ടെക്നിക്കാണ് കേട്ടോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്.
എന്നാലും പറയാണ് എക്സിൻ്റെ കോഫിഷ്യൻ്റ് എടുക്കുക, അതിൻ്റെ പകുതി പറഞ്ഞു -2 ആണ് കോഫിഷ്യൻ്റ് അല്ലേ, അതിൻ്റെ പകുതി എത്രയാണ് സാറേ -1. എടാ 2ൻ്റെ പകുതി എത്രയാടാ 1 അല്ലേ, 2ൻ്റെ പകുതി എത്രയാടാ 1, -2ൻ്റെ പകുതി എത്രയാടാ -1. ഇത് ക്ലിയർ ആണോ? എക്സിൻ്റെ കോഫിഷ്യൻ്റ് -2, -2ൻ്റെ പകുതി എത്രയാടാ -1, 2ൻ്റെ പകുതി 1, -2ൻ്റെ പകുതി -1, അതിൻ്റെ സ്ക്വയർ ആടാ, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എക്സ് എന്ന് എഴുതാം, ഇത് നോക്കിയാൽ മതി. -1 അല്ലേ, ധൈര്യമായിട്ട് എഴുതിക്കോ, x-1 ഹോൾ സ്ക്വയർ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തൊക്കെ a-b ഹോൾ സ്ക്വയറിൽ a² - 2ab + b² വരും. എന്തെന്നെ കിട്ടുക? x² - 2x തന്നെ കിട്ടുക, 2x + 1 തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി എങ്ങനെ എഴുതാം? x - 2 ഹോൾ സ്ക്വയർ. പിന്നെ അതിൻ്റെ മണ്ടമ്മ ഓൾറെഡി എത്ര ഉണ്ട്? 20 ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പറയണേ a⁻mn മാറ്റുക. അപ്പോൾ എന്ത് വരും? x - 2 ഈ 2 കൊണ്ട് 20 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരും? 40 വരും. ഇപ്പോൾ ഇതൊരു a - b ഹോൾ റേസ് ടു n പാറ്റേണിലായി. ഇനി നിങ്ങൾ പറഞ്ഞു 40 ആണെങ്കിൽ പറ വാട്ട് ഈസ് ആൻസർ? 41. ദാറ്റ്സ് എ ഫൈനൽ ആൻസർ കേട്ടോ. അപ്പോൾ 41 ആണെന്ത് അല്ലെ, n+1 ആയിരിക്കും അല്ലേ, 41 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് ഡിഗ്രി ഇങ്ങനെ സ്ക്വയർ ആക്കുന്നത് ഇവിടെ ഒന്ന് പറഞ്ഞു മാത്രം കേട്ടോ. എല്ലാ വീഡിയോസും കാണാം, ലിമിറ്റ്സിലൊക്കെ ഞാൻ അടിപൊളിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ ചാപ്റ്റർ പക്കാം. പിന്നെ നിങ്ങൾ പോയിട്ട് ധൈര്യമായിട്ട് എക്സാം എഴുതിക്കും കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ നോക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ടെൻഷൻ അടിക്കാൻ പാടില്ല. ഫസ്റ്റ് പാർട്ട് ഞാൻ പറയും, ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. എക്സോ വൈക്കോ പകരം എയോ ബിയോ കൊടുക്കും, എന്ത് വേണമെങ്കിലും ചോദിക്കട്ടെ, W എന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. ഇവിടെ നമ്പർ എപ്പോഴും √5 √6 ഒന്നും വന്നോളുന്നില്ല, അത് എന്ത് വന്നാലും കുഴപ്പമില്ല, കാരണം അത് സിമ്പിളാണ്. കാരണം ഈ ഒരു ഫോർമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യുന്നതാണ്. ഇവിടെ √3 √2 എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ, ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ഇതിൽ ഫൈൻഡ് ചോദിച്ചത് ഇതാ, ഫൈൻഡ് ഇതല്ല, ഫൈൻഡ് ഇത് ആദ്യം ഫൈൻഡ് ചെയ്യണം. ഓക്കെ ഇത് ആദ്യം ഫൈൻഡ് ചെയ്തിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഫൈനലി ഇത് ആദ്യം കാണും വേണം, അതിനുശേഷം ഇതിൻ്റെ ഉത്തരം കാണണം. ഇത് എത്രയെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സീന് ക്ലിയർ ആയി. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു കോൺഫിഡൻറ്റിന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒന്നാമത്തെ ആൻസർ 8xy x² + y² എന്ന ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു കോൺഫിഡൻറ്റ് ഇതാണ്. ഇത് എത്ര പേർക്ക് കോൺഫിഡൻ്റ് ഉണ്ട്? ഞാൻ പറയുന്നത് ഇത് കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടോ? ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇത് അറിഞ്ഞാൽ മാത്രമാണ് അവിടെ എത്തുമ്പോൾ, ഇതാണ് ഡെസ്റ്റിനേഷൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് ചില ആളുകൾ പേടിയോ, കാരണം x + y⁴ x - y⁴ ഇതൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് അവസാനം എത്തുമ്പോഴത്തേക്ക് എന്ത് ആൻസറാണ് കിട്ടുക എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ആദ്യം ഉണ്ട്. നിങ്ങൾക്ക് ഇത് എക്സാമിന് മുന്നേ ഒന്ന് കാണാതെ തലയിൽ പഠിക്കാൻ പറ്റൂ, ഒന്ന് ശ്രമം നടത്തിക്കുക. ഒന്ന് പറഞ്ഞേ, 8xy × x² + y², ഇതാണ് അതിൻ്റെ ആൻസർ. പിന്നെ നിങ്ങൾക്ക് സുഖം, ഇതാണ് x, ഇതാണ് y, ഇതാണ് x, ഇതാണ് y, അത് ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടപ്പിച്ചിട്ട് രണ്ടാമത്തെ ഉത്തരം കിട്ടും. എക്സാമിന് ഇത് 1 മാർക്കിന് ചോദിച്ചുള്ള അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ 1 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെഡിമെയ്ഡ് കീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തുകൂടെ? അല്ലെങ്കിൽ നമുക്ക് 15-20 മിനിറ്റ് പോകില്ലേ? അപ്പോൾ അത് 1 മാർക്കിനല്ല ചോദിക്കുക, ചിലപ്പോൾ 3 മാർക്കിന് ഒറ്റയടിക്കുക ക്വസ്റ്റ്യൻ ചോദിക്കുക. പക്ഷെ നിങ്ങൾ പഠിച്ചോ, എന്താടാ ഇതിൻ്റെ അവസാന കീ എന്താണ്? പറ 8xy × x² + y². ഞാൻ വേറെ ഒന്ന് ചോദിക്കട്ടെ. സപ്പോസ് ക്വസ്റ്റ്യനിൽ ഇതാ ഇങ്ങനെ വന്നതാ, ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് എക്സസൈസ് ടെക്സ്റ്റുള്ള ആക്ടിവിറ്റി, ഇത് ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറ. ഈ എക്സിനും വൈക്കും പകരം ഇപ്പം എന്താ ഉള്ളത്? ഈ എയും ബിയും ആണുള്ളത് സാറേ. അപ്പോൾ 8xy × x² + y² എന്ന് പറഞ്ഞാൽ ഇവിടെ ആൻസർ എന്ത് വരും? പറ. 8a × b സാറേ, a² + b² ആണ് ഇതിൻ്റെ ഫൈനൽ കീ. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. രണ്ടാമത്തെ x ആണോ y ആണോ എയിലാണോ ബിയിലാണോ വരാമെന്ന് അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് വരിക. നമ്മൾ എക്സിനും വൈയിലും പഠിക്കുന്നു. എക്സാമിന് എയിലും ബിയിലും വന്നാൽ നിങ്ങൾ എന്താ ആൻസർ പറയണം? 8ab × a² + b². പിന്നെ എക്കും ബിക്കും ഒക്കെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, അതൊക്കെ സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചു വെക്ക്. അപ്പോൾ എളുപ്പമാവും എക്സ്പാൻഷനിൽ ഈ ക്വസ്റ്റ്യൻ വന്നാൽ കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ള. എക്സ്പാൻഡ് ചെയ്യാൻ ഒരു പ്രയാസമില്ലടാ, സിമ്പിളായിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടഫുള്ളതല്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്താണ് നമ്മളെ ഇപ്പോൾ x + y ² എന്താണെന്നല്ലേ പറയുന്നത്. അതിൻ്റെ ബിഫോറായിട്ട് നമ്മൾ ഓരോന്ന് കാണും. ഫസ്റ്റ് സമാധാനമായിട്ട് a + b n എന്താ? സമാധാനം, അതാണ് ഈ ചാപ്റ്ററിന് വേണ്ടേ. സമാധാനമായിട്ട് a + b n ഇരിക്കെ nc0, നേരത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല. a⁻n b വരില്ല, പ്ലസ് nc1 a⁻n - 1 b സ്റ്റാർട്ടായി, പ്ലസ് nc2 സാറേ nc2 പറ
എ റേസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര. മതി, ഇനി ഫുള്ള് എഴുതാൻ മടിയാണെങ്കിൽ എഴുതണ്ട, അതുവരെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഈ പ്രോബ്ലത്തിൽ അത്രയും മടി ഉണ്ടെങ്കിൽ അവിടെ എഴുതാം. അവസാനം എൻ സി എൻ ബി റേസ് ടു എൻ മടി ഉണ്ട് നിങ്ങൾക്ക്, അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് എന്താ, എക്സ് പ്ലസ് വൈ. സാർ ഇവിടെ അങ്ങനെ സാധാരണ ഇങ്ങനെ എഴുതാറില്ലല്ലോ, പക്ഷെ ഇവിടെ അങ്ങനെ എഴുതണം കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൊല്യൂഷൻ വേണം. മറ്റോടത്തൊക്കെ അത് എക്സ്പാൻഡ് റിസൾട്ട് മതി. ഇവിടെ ഇതിന്റെ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു റിസൾട്ട് കാട്ടണം, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഓൾ റേസ് ടു 4 റിസൾട്ട് കിട്ടണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അവിടെ കുറെ ക്യാൻസലേഷൻ വരും, ഒരു സിമ്പിൾ കീ വരും. ആ കീ ആണ് എന്ത് പറ, 8xy ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ ശരി. സോ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 കറക്റ്റ് കൊടുക്കുന്നത്. എ എത്രയാ മക്കളെ, എക്സ്. ബി എത്രയാ മക്കളെ, വൈ. ഓക്കെ സാറേ വേറൊരു കാര്യം, ചിലർക്ക് വേറെ ഇതുണ്ടാവും. സാറേ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ ഓൾ റേസ് ടു 4 സിമിലർ അല്ലേ? ആണ്. പ്ലസ് മൈനസ് മാത്രമല്ലേ സാറെ മാറ്റി കൊടുക്കണ്ടുള്ളൂ. ആ മാറ്റി കൊടുക്കേണ്ട എത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 മാത്രമല്ലേ സാറെ കണ്ടാൽ പോരെ? മറ്റതിനൊക്കെ പ്ലസ് മൈനസ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരെ, മതി. അപ്പോൾ ഒരെണ്ണേ കാണുള്ളൂ, രണ്ടെണ്ണം വരുമ്പോൾ ചിലർക്ക് റിസ്ക്. രണ്ടെണ്ണമൊക്കെ കണ്ട് അതൊന്നും വേണ്ട, സൈൻ ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ സാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ ആവുന്നില്ലടാ നിങ്ങൾക്ക്. എന്തെങ്കിലും സാർക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4. സോ പറ മക്കളെ, എൻ 4c0 എ റേസ് ടു എൻ എത്രടാ, എക്സ് അല്ലേ, എക്സ് റേസ് ടു 4 പ്ലസ് 4c1 എ റേസ് ടു അല്ലേ, എക്സ് റേസ് ടു n മൈനസ് 1 4 മൈനസ് 1. ഇനി ബി സ്റ്റാർട്ട് ആയി അല്ലേ, ബി സ്റ്റാർട്ടായി. ബി എത്രയാണ്, വൈ ആണ്, ഇൻറ്റു വൈ അല്ലേ, പ്ലസ് nc2 4c2 എക്സ് റേസ് ടു എക്സ് അല്ലേ, ഓക്കെ, n മൈനസ് 2 4 മൈനസ് 2 ഇൻറ്റു ബി വൈ സ്ക്വയർ പ്ലസ് അങ്ങനെ പോട്ടെ 4c3 എക്സ് റേസ് ടു 4 മൈനസ് 3 ഇൻറ്റു വൈ ക്യൂബ് പ്ലസ് 4c4 എക്സ് റേസ് ടു 4 മൈനസ് 4 ഇൻറ്റു വൈ റേസ് ടു 4. അവിടെ വെച്ച് നിർത്താം. ഓക്കെ സോ സിംപ്ലിഫൈ ചെയ്യാം. nc0 1 ആണ് അല്ലേ, നമ്മൾ കുറേ ആയി ചെയ്യുന്നത്. 4c1 സാർക്ക് ഇത് കാണാൻ പാടില്ല, 4c1 4 ആണ് അല്ലേ. സോ 4 കാൽക്കുലേറ്റർ, ചിലവർക്ക് കാൽക്കുലേറ്ററിൽ ഓടുന്നുണ്ടോ, ഓടിക്കോ നിങ്ങൾ ഇഷ്ടം പോലെ. 4c2 അല്ലേ, 4 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2. സോ 1 ഇൻറ്റു 2 2 ഇൻറ്റു 3 അല്ലേ. സോ 3 ഇൻറ്റു എക്സ് റേസ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4c3 എത്ര വരുന്നത്, 4 ഇൻറ്റു അല്ലേ, 3 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതിൻ്റെ ഷോർട്ട് കട്ടാണ് മക്കളെ, 1 ഇൻറ്റു 3. സോ 4 ഇൻറ്റു എക്സ് റേസ് ടു 1 വൈ ക്യൂബ് പ്ലസ് 4c4 1 ആണ്. 1 ഇൻറ്റു എനിത്തിങ് പവർ 0 1 ആണ് അല്ലേ, y raised to 4 anything power 0 1 ആണ്. So finally x plus y all raised to 4 സമം ഫൈനൽ കീ ആണ് എഴുതുന്നത്. 1 into x raised to 4 x raised to 4 plus 4 into x cube y 4 x cube y plus 3 x square y square plus 4 x പവർ കൊണ്ട് തന്നെ എക്സ് തന്നെ എഴുതിയാൽ മതി കേട്ടോ, എക്സ് വൈ ക്യൂബ് പ്ലസ് 1 എനിത്തിങ് പവർ 0 1 0 എന്ന് എഴുതി വെക്കരുത് കേട്ടോ. 1 ഇൻറ്റു വൈ റേസ് ടു 4 വൈ റേസ് ടു 4. മക്കളെ എക്സ് പ്ലസ് വൈ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ നിങ്ങൾ കാണാതെ എഴുതാം അല്ലേ. രണ്ടാമത്തെ എക്സ്പാൻഡ് ആരും ചെയ്യരുത് കേട്ടോ, എക്സാമ്പിൾ വെറുതെ സമയം കളയരുത് കേട്ടോ. ആദ്യം പോസിറ്റീവ് അത് എഴുതണം എന്നില്ലടാ, ആദ്യം പോസിറ്റീവ് ഒന്നും എഴുതണമെന്നില്ല. സോ എക്സ് റേസ് ടു 4 ഒബ്വിയസ്ലി അടുത്ത് എന്ത് വരും, മൈനസ് വരും. സാറേ വൈറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ എക്സ് റേസ് ടു 4 അടുത്തത് പ്ലസിന് പകരം മൈനസ് കേട്ടോ. ഞാനവിടെ സൈൻ ഇടുന്നില്ല, ഞാൻ വേറെ ട്രിക്ക് പറഞ്ഞിട്ടാ, എക്സാമിൽ ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് പറഞ്ഞിട്ടാ. ഇതിങ്ങനെ എഴുതിയെടുക്കുക, ഒന്ന് വിട്ടിട്ട് എഴുതണം, സൈൻ എഴുതാനുള്ള സ്പേസ് വിടണേ. 4x y ക്യൂബ് y റേസ് ടു 4. അത് ഞാൻ വേറെ കളർ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എടാ ആദ്യം പോസിറ്റീവ് പിന്നെ മൈനസ് പിന്നെ പോസിറ്റീവ് പിന്നെ മൈനസ് പിന്നെ പോസിറ്റീവ്. നോക്കിയാൽ കൃത്യമായിട്ട് കാണാല്ലേ, ക്യാമറയിൽ കറക്റ്റ് കാണാല്ലേ? ആ ശരി, കറക്റ്റ് കാണണ്ട മക്കളെ. ഇതുപോലെ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ എക്സ് പ്ലസ് വൈ കിട്ടിക്കഴിഞ്ഞാൽ സാറേ തെറ്റി എക്സ് മൈനസ് ഓൾ റേസ് ടു 4 അല്ലേ, ഇത് കറക്റ്റ് അല്ലേ? എക്സ് പ്ലസ് വൈ കിട്ടി, എക്സ് മൈനസ് വൈ ഓട്ടോമാറ്റിക്കലി കിട്ടിയില്ലേ, കിട്ടി. ഇനി ഇവരെ തമ്മിൽ മൈനസ് ചെയ്യാം. നമുക്ക് എന്താ പറയുന്നത്, ഇതേ മൈനസ് ഇത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. അവിടെ ബ്ലാങ്ക് പേജ് ഉണ്ട്. ഓക്കെ ബ്ലാങ്ക് പേജിൽ പോവാം. നിങ്ങൾ ഒറ്റയ്ക്ക് മക്കളെ ചെയ്തോട്ടാ. എന്താണ് എക്സ് പ്ലസ് വൈ ഓൾ കറക്റ്റ് അല്ലേ, എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 മൈനസ് എക്സ് മൈനസ് വൈ ഓൾ റേസ് ടു 4. ഓക്കെ ഇനി പറ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 4 എന്താ? ഓക്കെ മക്കളെ, ഞാനിതിൻ്റെ കീ ഞാൻ സാർ ബുക്ക് നോക്കിയിട്ട് കീ കൊടുക്കുകയാണ്. സാർക്ക് എന്നെ തിരിച്ച് മറിച്ചാൽ മതി, ഒരുപാട് സമയം പോകും. അപ്പം ഞാൻ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടില്ല മക്കളെ. പറ എക്സ് റേസ് ടു 4 പ്ലസ് 4x ക്യൂബ് വൈ പ്ലസ് 6x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4x y ക്യൂബ്
പ്ലസ് വൈ റേസ് ടു 4 മൈനസ് ഇതേ സാധനത്തിന് നേരെ ഉൾട്ടാ അല്ലേ? സാർ ഇവിടെ നോക്കിയിട്ട് എഴുതിക്കോളാം. എക്സ് റേസ് ടു 4 പ്ലസ് കഴിഞ്ഞാൽ മൈനസ് 4 എക്സ് ക്യൂബ് വൈ പ്ലസ് കഴിഞ്ഞ് മൈനസ് കഴിഞ്ഞ് പ്ലസ് അല്ലേ? മൈനസ് 6 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പിന്നെ മൈനസ് തുടക്കി 6 ഇനി മൈനസ് 4 എക്സ് വൈ ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4. ഓക്കെ, ഇത് ഇവിടെ ഒന്നും ചെയ്യാനില്ല, അത് അതിൻ്റെ റിപ്പീറ്റേഷൻ ആണ്. അവിടെ മാത്രമേ ഒന്ന് ബ്രാക്കറ്റ് പൊട്ടിക്കാനുള്ളൂ. ഇതെന്താ കിട്ടാന്ന് എല്ലാവർക്കും അറിയാം, കാണാപ്പാടം പഠിച്ച ആളുകൾക്ക് അറിയാം. വാട്ട് ഈസ് ദ ആൻസർ എടാ? പറയടാ, വാട്ട് ഈസ് ദ ആൻസർ അല്ലേ? എന്താണ് 8xy a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ ഓൾറെഡി കീ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. ഇനി മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം എല്ലാം കൊണ്ട്. സോ മൈനസ് എക്സ് റേസ് ടു 4. അപ്പോൾ ഇവിടെ കട്ടായി പോകും. മൈനസിൻ്റെ മൈനസ് എന്താ ഇവിടെ പ്ലസ്, ഇതൊക്കെ കട്ടാവുള്ളതാണ്. 4x ക്യൂബ് വൈ മൈനസിൻ്റെ പ്ലസ് മൈനസ് 6x സ്ക്വയർ വൈ മൈനസിന് മൈനസ് എന്താ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ ക്യൂബ് പിന്നെ മൈനസിൻ്റെ ഇവിടെ ഒന്നും കൂടെ ഉണ്ടല്ലോ പ്ലസ് മൈനസിൻ്റെ എന്താ വൈ റേസ് ടു 4. ഓക്കെ, ക്യാൻസലേഷൻ ആവും, ആകെ ക്യാൻസലേഷനാണ്. ഓക്കെ, ക്യാൻസലേഷൻ ഏതൊക്കെ ഉണ്ട്? പ്ലസ് വൈ റേസ് ടു 4 മൈനസ് വൈ റേസ് ടു 4. ഓക്കെ, പിന്നെ അതൊക്കെ ക്യാൻസൽ ഉണ്ടാ. പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് ആകെ നമ്മളെ മെയിൻ ആൻസറിലേക്ക് എത്തുള്ളൂ. പിന്നെ 4x ക്യൂബ് വൈ ഇല്ല, അത് അവിടെ ക്യാൻസലേഷൻ ഇല്ല. മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണ് സാറേ, പ്ലസ് മൈനസ് ഇല്ല, കറക്റ്റാണ്. പിന്നെ അത് കട്ടാവില്ല. പ്ലസ് 6x സ്ക്വയർ വൈ മൈനസ് 6x സ്ക്വയർ വൈ ക്യാൻസൽ. പിന്നെ 4x വൈ ക്യൂബ് ഇല്ല, ഇത്രേ ഉള്ളൂ, ക്യാൻസലേഷൻ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ക്യാൻസലേഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ ആൻസർ ഫൈനൽ? 4x ക്യൂബ് വൈ പ്ലസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഇട്ട കേട്ടോ. 4x വൈ ക്യൂബ് ഇതൊക്കെ പോയി, ഇത് പോയി, പ്ലസ് 4x ക്യൂബ് വൈ പ്ലസ് 4x വൈ ക്യൂബ്. കറക്റ്റ് നോക്കി. ഓക്കെ, ആൻസർ കീഴിൽ എവിടെയും ഡൗട്ട് ഉണ്ടോ നോക്ക്. വേറെ ആരെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടോ? സാർ ഒന്ന് ചെക്ക് ചെയ്യണേ. മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് 4x വൈ 6x സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 4x വൈ ക്യൂബ് വൈ റേസ് ടു 4. ഓക്കെ, വേറെ ആരും ക്യാൻസലേഷൻ ഇല്ലല്ലോ. 4x ക്യൂബ് ഇൻറ്റു വൈ 4x വൈ ക്യൂബ്. ഓക്കെ, 4x ക്യൂബ് വൈ മൈനസിന് മൈനസ് 4x ക്യൂബ് വൈ മൈനസ് ഇൻറ്റു പ്ലസ് 4x വൈ ക്യൂബ്. പെർഫെക്റ്റ്. ഓക്കെ, എല്ലാത്തിലും കോമൺ ആരുണ്ട്? 4 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്. എല്ലാത്തിലും കോമൺ 4 ഉണ്ട്. 4 നമുക്ക് പുറത്തേക്ക് ഇടാം. പിന്നെ എന്തെങ്കിലും കോമൺ കണ്ട കോമൺ എല്ലാത്തിലും വരണം കേട്ടോ. സാറേ ഇവിടെ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ എക്സ് വൈ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് എന്ത് പിടിക്കാം? 4നെ പുറത്തേക്ക് പിടിക്കാം. 4നെ പുറത്തേക്ക് പിടിക്കാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും കോമൺ 4നെ എടുക്കുകയാണ്. സാറേ 4 മാത്രമല്ലല്ലോ സാറേ, എക്സ് വൈ കൂടെ കോമൺ അല്ലേ? അപ്പോൾ ഞാൻ എടുത്തോ, ഞാൻ വേറെ കളർ ഉപയോഗിക്കാം. 4 അതുപോലെ എക്സ് വൈ. സാറ് 8x വൈ അല്ലേ വരും, അത് വരും, ക്ഷമ കാണിക്കുക കേട്ടോ. 4x വൈയിൽ നിർത്താം. ഓക്കെ, അപ്പോൾ നോക്കാം. 4x വൈ പുറത്തോട്ട് വന്നു. ഇനി 4 വന്നു, എക്സ് വന്നു, വൈ വന്നു. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും മക്കളെ? എക്സ് എത്ര ഉണ്ടാവും? എക്സ് സ്ക്വയർ ഉണ്ടാവും, കാരണം വൈ പുറത്തേക്ക് വന്നല്ലോ. പ്ലസ് ഇനി പറ, ഇവിടെ എക്സും വന്നു, വൈയും വന്നു. അപ്പോൾ എന്തുണ്ടാവും? വൈ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, കാരണം എക്സ് ആവുന്നല്ലേ ഉണ്ടാകുന്നുള്ളൂ, പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ എക്സ് ക്യൂബ് വൈ അവിടുന്ന്, അപ്പോൾ എക്സ് സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ മാത്രമേ വരുള്ളൂ, കാരണം വൈ പുറത്തേക്ക് വന്നില്ലേ. അതുപോലെ സാറേ ടെൻഷൻ ആവുന്നു. ഇല്ലടാ, സിമ്പിളായി ഏട്ടാ. നോക്കേ, ഇനി ഇതിൽ എക്സും വൈയും വന്ന്, അപ്പോൾ എക്സ് വന്നു ഇവിടെ എന്തുണ്ടാവുള്ളൂ? വൈ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കിട്ടും. പിന്നെ നോക്കിയൊക്കെ, ഒരു എക്സ് സ്ക്വയർ പ്ലസ് ഒരു എക്സ് സ്ക്വയർ, ഒരു വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത്. സോ നോക്ക് സാറേ, 8xy ആണ് ഫൈനൽ ആൻസർ. ആയി ഞാൻ മാറ്റില്ല, ഞാൻ പറഞ്ഞു എടാ ഒരു എക്സ് സ്ക്വയർ പ്ലസ് ഒരു എക്സ് സ്ക്വയർ ഇവരെ തമ്മിൽ കൂട്ടുക. ഒരു ആപ്പിൾ പ്ലസ് ഒരു ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x സ്ക്വയർ പ്ലസ് അതുപോലെ ഒരു വൈ സ്ക്വയർ പ്ലസ് ഒരു വൈ സ്ക്വയർ 2y സ്ക്വയർ. സാറേ ഇപ്പോഴും കോമൺ 2 ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ 2ൽ കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. സോ ആ 2നെ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നോക്കേ, 4 ആ 2 വന്നാൽ 4 × 2 xy. അപ്പോൾ എന്ത് വരും പിന്നെ അവിടെ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സാറേ ഞാൻ കാണാതെ പഠിച്ച ആൻസർ 4 × 2 പറ, 4 × 2 പറ, 8xy. സാറേ ഞാൻ കാണാതെ പഠിച്ച ആൻസർ കിട്ടി സാറേ, സന്തോഷം സന്തോഷം. മനസ്സിലായ? 8xy എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ചില ആളുകൾക്ക് ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ ഡൗട്ട് ഉണ്ടോ നോക്കിട്ടാ. 4 എടുത്തോടാ, എക്സ് എടുത്തു, എല്ലാത്തിലും എക്സ് വൈ ഉണ്ട്. നോക്ക്, എല്ലാത്തിലും എക്സ് വൈ ഉണ്ട്. അപ്പോൾ മാക്സിമം കോമൺ എക്സ് വൈ ആണ്. എക്സ് വൈനെ എടുത്തു. അപ്പോൾ എക്സ് ക്യൂബിൽ നിന്ന് എക്സ് പുറത്ത് പോയാൽ പിന്നെ എക്സ് സ്ക്വയറിന് എഴുതാൻ പാടുള്ളൂ. വൈ ആകെ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് വൈ ഇവിടെ വൈ എഴുതാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത്, ഒരു വട്ടം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. കറക്റ്റാടാ, ഒരു തെറ്റുമില്ല, കൃത്യമായിട്ടാണ് ആൻസർ എഴുതിയിട്ടുള്ളത് കേട്ടോ.
സോ ഇനി ഇതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ, അത് ഞാൻ അപ്പുറത്ത് ചെയ്യാം, അവിടെ കിടക്കട്ടെ. ഓക്കെ, ഞാൻ ഇപ്പുറത്ത് ചെയ്യാം. മക്കളെ സ്ക്രീൻഷോട്ട് എഴുതറാ നിങ്ങൾ. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യണേ, സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇതെല്ലാം ഓക്കെ, ഇവിടെ തൊട്ട് വേണം. ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്ക്രീൻഷോട്ട് ചെയ്തോട്ടെ നിങ്ങൾ. സ്ക്രീൻഷോട്ട് ചെയ്തോ, PDF ഒക്കെ തരാൻ ഭയങ്കര റിസ്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചു. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ പോട്ടെ, ഒക്കെ പോട്ടെ. നമുക്കറിയാമല്ലോ ഇതിൻ്റെ ആൻസർ എന്താ? ഫൈനൽ ആൻസർ 8xy അല്ലേ, വൈറ്റ് എടുക്കാം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാമല്ലോ 8xy a² + b². അത് കാണാപാഠം പഠിച്ചു വെക്കുന്നത് സാർ. എന്താണ് a²? സാറേ x² + y² അല്ലേ? ആണടാ, ആണ് കേട്ടാ. എക്സും വൈയും വന്നാൽ x² + y². എടാ ഇനി x ഇത് y, ഇത് x ഇത് y. ഇത് എക്സാമിന് ഏത് നമ്പർ വരാമെന്നുള്ള നമ്മൾ വാശി പിടിക്കണ്ട. അവർക്ക് തോന്നിയത് ചോദിച്ചോട്ടെ, √2 √3 √5 ദാറ്റ്സ് ഇൻ മാറ്റർ. അത് അവരുടെ ഇഷ്ടം കേട്ടാ, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ 8 എന്ന് എഴുതാം. x എത്രയാ? √5. y എത്രയാ? √6. സോ x² എന്ന് പറഞ്ഞാൽ √5², y എന്ന് പറഞ്ഞാൽ √6². ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വരണം, സിമ്പിളാണ്. എടാ √5 × √6 പറഞ്ഞാൽ അതിങ്ങനെ വെച്ചാലേ √a × √b എന്ന് പറഞ്ഞാലേ എടാ √ab ആണ്. പെർഫെക്റ്റ് റൂട്ട് ഒന്നല്ലല്ലോ. പെർഫെക്റ്റ് റൂട്ട് ആണെങ്കിൽ ആ വാല്യൂ എഴുതാം. പെർഫെക്റ്റ് റൂട്ട് ഒന്നല്ല. 30. ഓക്കെ, സ്ക്വയറും റൂട്ടും വെട്ടും. പഠിച്ചേ, സ്ക്വയറും റൂട്ടും ഒന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്തേ. സ്ക്വയറും റൂട്ടും വെട്ടും, സ്ക്വയറും റൂട്ടും വെട്ടും. അങ്ങനെ പഠിച്ചു. സ്ക്വയറും റൂട്ടും വെട്ടും, സോ 5 + സ്ക്വയറും റൂട്ടും വെട്ടും 6. അപ്പോൾ 5 × 6 എത്രയാ? 11. സോ ഫൈനൽ ആൻസർ എന്താ? 8 √30. 5 × 6 എത്രയാണ്? 11. സാറേ 11 × 8 88 √30. ഫൈനൽ കീ ആണ് എന്ത്? 88 √30. കറക്റ്റ് ആൻസർ കേട്ടോ, ഒരിക്കലും റോങ് അല്ല, കറക്റ്റ് ആൻസർ ആണ്. കീ സ്ക്രീൻഷോട്ട് ചെയ്തേ. ഇനി എക്സാമിന് ചിലപ്പോൾ ഇതായിരിക്കും വരിക, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ എയും ബിയില്ല, നേരത്തെ ചെയ്ത പോലെ അതേപോലെ ചെയ്യാം. സോ ഫൈനൽ ആൻസർ എന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്. നിങ്ങൾ ഹോംവർക്ക് എല്ലാവരും ചെയ്യണം. ഇതിൻ്റെ ഹോംവർക്ക് ചെയ്തിട്ട് സാർക്ക് മെസ്സേജ് ഇടണം. എല്ലാവരും ഹോംവർക്ക് ചെയ്യണം. സോ ഇതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ ബൈ ഹാർട്ട് ചെയ്താൽ 8ab a² + b². സെയിം വേ 8 × a, ഇവിടെ √3 √2 ആണ്. ഇവിടെ a² എന്ന് പറഞ്ഞാൽ √3² + ഞാൻ കീ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് കേട്ടോ. √3 × √2 എന്താണ്? √6 സാറേ. സ്ക്വയറും റൂട്ടും വെട്ടി സാറേ 3 + √² വെട്ടി സാറേ 3 + 3 + 2 എത്ര? 5. 5 × 8 40. സോ ഫൈനൽ ആൻസർ 40 √6 ആണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അത് കാരണം നിങ്ങളെ കൊണ്ട് പറ്റും, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ. ഓക്കെ മക്കളെ, ഇനി ശ്രദ്ധിക്കും മക്കളെ. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആണ് കണ്ടു കഴിഞ്ഞതെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കഴിഞ്ഞൊന്ന് മെസ്സേജ് അയക്കാം. സാറേ 8 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ ചെയ്തൊന്ന് മെസ്സേജ് അയക്കാം. പിന്നെ ഒരു കാര്യം, ഒരു ലൈക്ക് തരാം. നിങ്ങൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജെന്യുവിനിലി ലൈക്ക് തരാം. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണ്ട. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് തരിക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ ഫീഡ്ബാക്ക് അതൊന്ന് കമന്റ് ആയിട്ട് ചെയ്യാം. അത് എനിക്ക് അടുത്ത വീഡിയോസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. വീഡിയോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്താ വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാറിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അതിൽ മെസ്സേജ് ആയിട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.